السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. علماء کرام اور اخوان اعظام، اس جلوے افروز نورانی مجلس پر تشریف لائے ہوئے دوستوں، ابھی آپ لوگوں کے سامنے ایک نعیمی صاحب چند الفاظ پیش کیا. میں بھی نعیمی ہوں، مراد آباد جامعہ نعیمیہ سے فارغ ہیں. ابھی آپ لوگوں کے سامنے اردو میں بیان کرنے کی ضرورت نہیں ہے تو ہمارے امام صاحب کو خوش آمدید پیش کرنے کے لیے صرف چند الفاظ میں نے بتایا. انشاءاللہ خدا ہم سب کو برکت و رحمت عطا فرمائی. خدا تعالی ہمارے سارے کام میں کامیابی عطا فرما. آپ لوگوں بھی دعا میں بخاص یاد رکھیں گے. انشاءاللہ ہمارے مادری زبان ملیالم ہے. ملیالم میں بیان کرنے کے لیے میں ادھر پہنچ گیا، اس لیے ابھی میں تحویل کرتا ہوں. آپ لوگ اردو صرف جاننے والوں کو معاف کرنے کے لیے میں گزارش کرتا ہوں. الحمدللہ ആദരണീയരായ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, നമ്മുടെ പള്ളിയിലെ ഇമാം നഈമി സാഹബ്, ആദരണീയരായ മൻസൂർ ഹാജി, മറ്റ് ഉമറാക്കൾ, സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയത്തോടെ സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും സദസ്സിനോട് അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വേദി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യട്ടെ. ഇന്ന് നമ്മോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മകനും മഹാനവറുകൾ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയിലും തികഞ്ഞ ആത്മീയത നിലനിർത്തുകയും എന്റെ ജനാസ ഒരന്യ സ്ത്രീ കാണുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായി പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ജന്നത്തുൽ മുഅല്ലയിലാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഞ്ചേരിക്കടുത്ത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ജനാസ കാണാൻ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ മജ്ലിസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ബഹുമാനപ്പെട്ടവർ അന്ന് ദുആ ചെയ്തതാണ്,
അന്യ സ്ത്രീകൾ കാണുന്ന വിധത്തിൽ എൻ്റെ ജനാസയാക്കരുത് എന്ന്. അതിൻ്റെ ഫലമാണ് ഹറമിൽ വെച്ച് മരണപ്പെടാനും ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കാനുമെല്ലാം ഭാഗ്യമുണ്ടായത് എന്നത് നമുക്ക് വളരെ വലിയ ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ 35 കൊല്ലത്തോളം കഴിഞ്ഞു പോകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ മിക്ക റമദാനിലും മക്കയിലും മദീനയിലും പോയി നിരവധി തവണ ഖുർആൻ ഖത്മാക്കി ദുആ ചെയ്യുന്ന പതിവുണ്ട് എന്ന് ഹറമിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ തങ്ങളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അവരുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ഈ മജ്ലിസിന് വളരെ അനുഗ്രഹമാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ മുഴുവനും കൂട്ടായ്മയായ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുകയും എല്ലായിടത്തും നമ്മുടെ പരിപാടികൾക്ക് നേതൃത്വവും പ്രാർത്ഥനയും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, അത് വിശുദ്ധമായ ഇസ്ലാം മാത്രമാണ്. ലോകത്ത് വരുന്ന മുഴുവൻ വികാസങ്ങളെയും മുന്നേറ്റങ്ങളെയും ശാസ്ത്രീയമായും സാങ്കേതികമായും വരുന്ന ഉന്നമനങ്ങളെയും പരിപൂർണമായും ഉൾക്കൊള്ളുകയും ഓരോ മേഖലയിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെയും ഇസ്ലാമിന്റെ ദർശനങ്ങളെയും ഓരോ കാലഘട്ടത്തിലും അടയാളപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം കടന്നു പോകാത്ത ഒരൊറ്റ മേഖലയും ഇല്ല. മനുഷ്യ ജീവിതത്തിന്റെ സകല മേഖലകളെയും ഉൾക്കൊള്ളുകയും ആവശ്യമായ നിയമങ്ങളും ആവശ്യമായ നിബന്ധനകളും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ പരിപൂർണമായ വ്യവസ്ഥിതിയാണ്, പദ്ധതിയാണ് വിശുദ്ധമായ ഇസ്ലാം. ലോകൈക ഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോക ജനതയുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമാക്കുകയും അതിന്റെ അളവിലും ഗുണത്തിലും ഗണത്തിലും അർത്ഥത്തിലും പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമാക്കിയിട്ടാണ് ആഖായെ നാംദാർ താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വഫാത്തായത്. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ പൂർത്തീകരിക്കുന്ന കാലം മോഡേൺ ടെക്നോളജി കടന്നു വന്നിട്ടില്ല, മോഡേണിസം എന്ന വാക്ക് കടന്നു വന്നിട്ടില്ല, ഡെവലപ്മെന്റ് എന്ന വാക്ക് വിസ്തൃതമായിട്ടില്ല, സയന്റിഫിക് റെവല്യൂഷൻ നടന്നിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് പരിപൂർണമാക്കി നിങ്ങൾക്ക് നൽകിയിട്ടാണ് പോകുന്നത്. കാലോചിതമായി കടന്നു വരുന്ന മുഴുവൻ വികാസങ്ങളെയും ഉൾക്കൊള്ളുവാൻ ഇസ്ലാമിന് വ്യാപ്തിയുണ്ട്. ഇതുവരെയും ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ കണ്ടെത്തലിന് മുമ്പിൽ ഇസ്ലാം പ്രതിക്കൂട്ടിലായിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് എടുത്തു മാറ്റണമെന്ന് ലോകത്താരും ആവശ്യപ്പെട്ടിട്ടില്ല.
അന്ധമായ വിരോധത്തിന്റെ പേരിൽ ഖുർആനിനെതിരെ സമരം നടത്തിയവരുണ്ടാകാം. പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളെ അറിയാത്തതിന്റെ പേരിൽ വിമർശിച്ചവരുണ്ടാകാം. കൃത്യമായ ന്യായങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തമെങ്കിലും പ്രായോഗികമല്ലെന്ന് പ്രാമാണികമായി പറയാൻ ലോകത്തൊരു വ്യക്തിക്കും, ഒരു ശക്തിക്കും, ഒരു ഇസത്തിനും, ഒരു ദർശനത്തിനും, ഒരു മീമാംസയ്ക്കും, ഒരു തത്വത്തിനും, ഒരു മതത്തിനും, ഒരു ദാർശനികതയ്ക്കും, ഒരു ചിന്തകനും, ഒരു ചിന്ത പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല. അപ്പോൾ പവിത്രമായ ഇസ്ലാം ലോക ജനതയുടെ മുമ്പിൽ സമ്പൂർണമായ ന്യായങ്ങളുടെയും മാനവികതയുടെ മുന്നേറ്റത്തിന്റെ മഹിതമായ ദർശനങ്ങളുടെ വരിഷ്ഠമായ വീക്ഷണങ്ങളോടെ നിലനിൽക്കുകയാണ്. ഇന്ന് ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിങ്ങളായ നമ്മൾ, ഇസ്ലാമിന്റെ അനുയായികളായ നമ്മൾ സമർത്ഥമായ ഇസ്ലാമിന്റെ വ്യാപ്തിയെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. ശാസ്ത്രീയ ലോകത്തിന് മുഴുവനും അറിയാം ഇസ്ലാം നല്ല മതമാണ്, ദർശനങ്ങളുടെ സംഗമ ഭൂമിയാണ്. പരിശുദ്ധമായ ഇസ്ലാം ഇസ് ദ ബെസ്റ്റ് റിലിജിയൻ എന്ന് പറയാൻ ദാർശനികതയുടെ അടിത്തറ എവിടെയെങ്കിലുമുള്ള എല്ലാവരും തയ്യാറായിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇസ്ലാമിന് നേരിടേണ്ടിയിരുന്നത് ബിംബാരാധകരെയും ബഹുദൈവാരാധകരെയുമായിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഭൗതികമായ വിചാരങ്ങൾ, മെറ്റീരിയൽ കൺസെപ്റ്റ്സ് ഓഫ് ന്യൂ മുസ്ലിം, ആധുനിക മുസ്ലിമിന്റെ സാങ്കേതികമായ അല്ലെങ്കിൽ ശാരീരികമായ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയ ലോകം ഒരുപാട് ദർശനങ്ങളെയും ചിന്തകളെയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സഞ്ചാരത്തിന്റെ ദൂരം കുറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും തലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള മുഴുവൻ ശാസ്ത്രശാഖകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം ദൈവമില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് അന്വേഷണങ്ങളില്ലാത്ത ഒരു തലമുറയെ രൂപപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ഡാർവിനിസം എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തം കൃത്യമായ ന്യായങ്ങളോടെ സമർത്ഥിക്കാൻ ഇതുവരെ ഈ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ, എവല്യൂഷണറി തിയറിയെ ലോകത്തിന് മുമ്പിൽ കൃത്യമായി സമർത്ഥിക്കാൻ ഒരു സയന്റിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നും പാഠശാലയിൽ പഠിക്കേണ്ടി വരുന്നത്? ദൈവമില്ല എന്ന് പറയാൻ കടന്നു വന്ന ഒരു ചിന്തയായതിന്റെ പേരിൽ മാത്രമാണ് ഡാർവിനിസത്തെ ശാസ്ത്രലോകം തെരഞ്ഞെടുക്കുന്നത്. അതുമാത്രം വെച്ചുകൊണ്ട് സംസാരിച്ച സീഡികൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഡോക്ടർ മിഖായേൽ വാക്കർ പരിശുദ്ധമായ തൗഹീദിനെയും ആധുനിക ശാസ്ത്രത്തിന്റെ അസ്ഥിവാരങ്ങളെയും നടത്തിക്കൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട്. അതിന്റെ അവസാനം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, one is forced to conclude that many scientists, technologists pay lip service to Darwinism theory only because it supposedly excludes a creator. അടിസ്ഥാനപരമായി ദൈവമില്ല എന്ന് പറയാനും ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ ഒരു പടച്ചവനില്ല എന്ന് വിളിച്ചു പറയാനും തയ്യാറായതിന്റെ പേരിലാണ് ഒട്ടനവധി ശാസ്ത്രകാരന്മാർ അവരുടെ അധര വ്യായാമത്തിൽ ഡാർവിനിസം എന്ന പരിണാമ സിദ്ധാന്തത്തെ കൊണ്ടുവന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ അടിത്തറ ഒരുപാട് അബദ്ധസഞ്ചാരികളുടെയും അബദ്ധവിശ്വാസികളുടെയും വഴിമാറി സഞ്ചരിച്ചവരുടെയും ഇടയിലേക്ക് പവിത്രമായ ഇസ്ലാം കൊണ്ടുവന്ന ഒന്നാമത്തെ ദർശനം കലിമത്തുൻ ത്വയ്യിബത്തുൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. അല്ലാഹുവിന്റെ പവിത്രമായ കലിമത്തിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, ഏതുമില്ല എന്ന പവിത്രമായ തൗഹീദിനെയാണ് ലോകഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കായുടെ മരുപ്പറമ്പിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളുടെ ഹൃത്തടത്തിലേക്ക്
മോചനത്തിന്റെ മണിമധുരമായി അടയാളപ്പെടുത്തി കൊടുത്തതെങ്കിൽ, മദീനയുടെ മലർവനിയിലിരുന്ന് മാലോകരുടെ മുഴുവനും മനതലത്തിലേക്ക് മലർവാടി ഒരുക്കാൻ കടന്നു വന്ന ലോകത്തിന്റെ മുഴുവനും അധ്യാപകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പരമമായ സത്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന പവിത്രമായ വാചകമായിരുന്നു. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, ഇത് കേവലമായ ഒരു വാചകമായി പറയേണ്ടതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മതങ്ങളും ദർശനങ്ങളും ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അവർക്കാർക്കും ആദർശപരമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഡേൺ സയന്റിസ്റ്റ് മാത്രമല്ല, ആധുനിക നിയോ കൊളോണിയലിസ്റ്റ് ചിന്താഗതിക്കാരും ഇസ്ലാമിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, ആദർശപരമായി യുദ്ധം നടത്തിയിട്ട് വിജയിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അവര് മുഴുവനും ആശയപരമായ സംഘട്ടനത്തിൽ നിന്നും മാറി, ക്ലാഷസ് ഓഫ് സിവിലൈസേഷനിൽ നിന്നും മാറിയിട്ട് അവരെല്ലാവരും കടന്നു വരുന്നത് രാഷ്ട്രീയപരമായ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനെ മറ്റേതെങ്കിലും ആരോപണങ്ങൾ കൊണ്ട് തടുത്തു നിർത്താനാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന തൗഹീദിനെ ഏത് ലേറ്റസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ മുമ്പിലും വളരെ സമർത്ഥമായി തെളിയിക്കുവാൻ നമുക്ക് കഴിയും. കാരണം ഇന്ന് കടന്നു വന്ന മുഴുവൻ ചിന്താധാരകളെയും, മുഴുവൻ വിചാരകേന്ദ്രങ്ങളെയും, മുഴുവൻ ദിഷണാശാലികളെയും മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ ലോകത്തിന്റെ മുഴുവനും അധിപനെന്ന് ചോദിക്കുമ്പോ കൃത്യമായി മറുപടി പറയാൻ ശാസ്ത്രലോകത്തിന് സാധ്യമല്ല. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും ആധുനികതയുടെയും ആധുനാധുനികതയുടെയും മുഴുവനും മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് ആരാണ് ലോകത്തിന്റെ മുഴുവനും സുപ്രീം കൺട്രോൾ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ കൃത്യമായ മറുപടിയില്ല. ഐൻസ്റ്റൈനെ ദൈവമാക്കാനോ ന്യൂട്ടനെ ദൈവമാക്കാനോ മറ്റേതെങ്കിലും ശാസ്ത്രകാരന്മാരെ കേവലമായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായി അവതരിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും ഉടമസ്ഥനാരാണ്? ഖുദാവന്ദു ഖുദ്ദൂസ് റബ്ബുൽ ആലമീൻ. അല്ലാഹു ആകുന്ന സർവാധികാരിയാണ്, സുപ്രീം പവർ ആൻഡ് സുപ്രീം കൺട്രോളർ, അൾട്ടിമേറ്റ് കൺട്രോളർ ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ ലോകത്തിന്റെ മുഴുവനും ആത്യന്തികാധികാരം ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള മറുപടി മോഡേൺ സയൻസിന്, ബയോളജിക്ക്, സുവോളജിക്ക്, അനാട്ടോമിക്ക്, ആസ്ട്രോണമിക്ക്, മറ്റേതെങ്കിലും പുതിയ ശാസ്ത്രശാഖയ്ക്ക് പറയാനില്ല. അതേ സമയത്ത് മലകളും മരുപ്പറമ്പും മാത്രം ഒതുങ്ങി നിൽക്കുന്ന മക്കായുടെ മലർവനിയിൽ വന്ന് അറഫാത്തിന്റെ മലയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് മാലോകരമാടി വിളിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ അധിപൻ ആരാണെന്നറിയുമോ? ലോകത്തിന്റെ മുഴുവനും കൺട്രോളർ ആരാണെന്നറിയുമോ? അതാ ഈ സൂര്യനെ കിഴക്കു നിന്ന് ഉദിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന, ഭൂമിയെ വിരിപ്പാക്കി ആകാശത്തെ മേലാപ്പാക്കി അത്ഭുതങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഒരുക്കിയ സർവാധികാരിയായ അല്ലാഹു ആണെന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ദൈവാധിഷ്ഠിതമായ പ്രപഞ്ചാധികാരത്തിന്റെ, ലോകത്തിന്റെ അധികാരത്തിന്റെ മുഴുവൻ കൺട്രോളർ ആരാണെന്ന് പറയാൻ ഒരു സയൻസിനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ലോകം ഒരുപക്ഷെ ബിംബാരാധനയെ എതിർത്തിട്ടുണ്ടാകാം, അത് ബഹുദൈവ വിശ്വാസത്തെ എതിർത്തിട്ടുണ്ടാകാം. എന്നാൽ മോഡേൺ സയൻസ് പുതിയ ദൈവാവതാരത്തെയാണ് കൊണ്ടുവരുന്നത്. അഥവാ ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളും ജീവനില്ലാത്ത ആറ്റത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ വരുന്നത് അല്ലാഹു അല്ലാത്ത മറ്റൊരു സ്രഷ്ടാവിനെ സ്ഥാപിക്കുവാനാണ്, അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും ചിന്താധാരകളെ കൊണ്ടുവരാനാണ്. എന്നാൽ ഇതുതന്നെ ശാസ്ത്രീയ ലോകം പറയുന്നുണ്ട്. Our ancestors worshipped the sun and they were far from foolish.
If we must worship a power greater than ourselves, does it not make sense to revere the sun and stars? കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ആരാധകന്മാർ ബിംബങ്ങളെയും സൂര്യനെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും ആരാധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ ആറ്റത്തെയും കോശത്തെയുമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റൂട്ട് ഫോമിനെയാണ് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ഇസ്ലാമിന് പറയാനുള്ളത് തൗഹീദിനപ്പുറം പ്രാമാണികമായൊരു സിദ്ധാന്തം കൊണ്ടുവരാൻ ലോകത്തൊരു മതത്തിനും സാധ്യമല്ല, ലോകത്തൊരു ചിന്താധാരയ്ക്കും സാധ്യമല്ല. അതുകൊണ്ട് മോനെ വിളിച്ചു പറയേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ്. മോനെ, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്, അവന് ആശ്രയം ആവശ്യമില്ല, മറ്റാരിലേക്കും ആശ്രയമില്ലാത്തവനാണ്. അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും സന്താനമല്ല, ആരുടെയും പിതാവുമല്ല. അവൻ ഒരു കേവലമായ കോശമല്ല, സംയുക്തമല്ല. അവൻ ഭൗതികമായ മാനദണ്ഡങ്ങളുടെ പരിധിയിൽ പെടുന്നവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായി ആരുമില്ല, ഏതുമില്ല, ഒന്നുമില്ല, ഒരു പ്രതിഭാസങ്ങളുമില്ല. അവൻ സർവാധികാരിയായ omnipresent, omnipotent, almighty Allah. അവൻ സർവാധികാരിയായ ഏകനാണ്, റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം അതിൻ്റെ അടിത്തറ ഭദ്രമാണ്. വേറൊരു സിദ്ധാന്തത്തിനും അതിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ ഭരണാധികാരിക്ക് തലവേദനയുണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഗുഹാന്തരത്തിലിരിക്കുന്ന ധാടിയല്ല, മറിച്ച് ഏകത്വമെന്ന ഇസ്ലാമിന്റെ ദർശനമാണ്. യൂറോപ്പിന്റെ ചിന്താധാരകളിൽ വെള്ളിടി ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ചേരിപ്രദേശത്തിരിക്കുന്ന തീവ്രവാദിയല്ല, മറിച്ച് ഇസ്ലാമിന്റെ ഭദ്രമായ വിശ്വാസ പ്രമാണങ്ങളാണ്. അതിന് സമാനമായ ഒരു വിശ്വാസം കൊണ്ടുവരാനോ ഖുർആനിന് സമാനമായ ഒരു വേദം കൊണ്ടുവരാനോ യൂറോപ്പിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, എൻ്റെ ഇസ്ലാം അത് സുഭദ്രമായ ദർശനമാണ്, അതിനപ്പുറം വേറെ ഒരു ദർശനവും സത്യസന്ധമായി ഇല്ല എന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് മുഴുവൻ ആധുനികവാദികളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക. അതല്ലയോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ അമരധ്വനിയുമായി കടന്നുപോയത് ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിലേക്കാണ്. हजरत मूसा अलैहिस्सलाम फरोवा के सामने तौहीद पेश करने के लिए वो तशरीफ लाए. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുമ്പിലെത്തി. ആധുനിക ഫറോവമാര് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ ഇറങ്ങുമ്പോ കൃത്യമായ ന്യായങ്ങളോട് പറയാനുള്ള മറുപടിയാണ് وقال فرعون يا أيها الملأ ما علمت لكم من إله غيري فأوقد لي يا هامان على الطين فاجعل لي صرحا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين. ഏകദൈവ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് മാടി വിളിക്കുന്ന ഉപാസകന്മാരെ, പരമമായ ഇസ്ലാമിന്റെ സത്യവഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നവരെ മൂസ പരിചയപ്പെടുത്തുന്ന ദൈവമേതാണ്? എനിക്കപ്പുറം വേറൊരു ദൈവവും ഇവിടെയില്ല. അതുകൊണ്ട് മൂസ പറയുന്ന ദൈവം ആകാശത്തിന്റെ മേലെയാണെങ്കിൽ ഒരു വലിയ ഗോപുരമുണ്ടാക്കിയിട്ട് മുകളിൽ കയറി ഞാൻ ആ മൂസായുടെ ദൈവത്തെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ആധുനിക ഫറോവമാരെ ലോകത്തിന്റെ അപ്പുറത്തേക്ക് പോയി സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള മോഡേൺ സയന്റിസ്റ്റുകൾ ദൈവമില്ല എന്ന് 2 മാസം മുമ്പ് പ്രസ്താവന ഇറക്കുമ്പോ അവരോട് പറയാനുള്ള മറുപടിയാണ് വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്
ഇന്നല്ലാഹ വാസിഉൻ അലീം. അല്ലാഹുവിന്റെ അധികാരത്തിലാണ് ലോകത്തിലെ ദിക്കുമുക്കുകളും അഷ്ടദിക്കുകളും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. മുഴുവൻ ചലന നിശ്ചലന വസ്തുക്കളും റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അവന്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോകാൻ ലോകത്തൊരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ അധികാരത്തിലാണ് കിഴക്കും പടിഞ്ഞാറും. അവിടുന്ന് പൗരസ്ത്യരും പാശ്ചാത്യരും ഉന്നതരും കീഴാളരും മേലാളരും മുതലാളിയും തൊഴിലാളിയും എല്ലാവരും അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ഫറോവമാർക്ക് പറയേണ്ട മറുപടിയാണ് മോഡേൺ സയന്റിസ്റ്റുകളുടെ മുമ്പിലും പറയുന്നു. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. അല്ലാഹുവിന്റെ അടുക്കലാണ്, അധികാരത്തിലാണ് എല്ലാ ദിക്കുകളും. നിങ്ങൾക്കറിയുമോ, അറബിക്കടലിന്റെ ഓരത്ത് കക്ക പറിക്കാനും കവിത നെയ്യാനും മാത്രം പഠിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനതയുടെ മുമ്പിലേക്കാണ് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദുമായി കടന്നു വരുന്നത്. ആ സമയത്ത് അവിടെയുള്ള കാട്ടറബികൾക്ക് ലോകത്തെ ചിന്താ വിപ്ലവങ്ങൾ അറിയില്ല. ഐൻസ്റ്റൈന്റെ E=mc² അറിയില്ല. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലം അറിയില്ല. അല്ലെങ്കിൽ ഡാർവിന്റെ എവല്യൂഷണറി തിയറി അറിയില്ല. അലക്സാണ്ടർ ഫ്ലെമിങ്ങിന്റെ ചിന്താധാരകൾ കടന്നു വന്നിട്ടില്ല. ബയോളജി വളർന്നിട്ടില്ല. സുവോളജി രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത സമയത്താണ് ലോകഗുരുവായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ലോകാധികാരിയായ അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത ശൈലിയാണ് ഇന്നത്തെ ജനങ്ങൾക്കും ഉൾക്കൊള്ളേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു അറാബി കടന്നു വരുന്നു ഇലാ ജനാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഗ്രാമീണനായ ഒരാൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു അറാബി കടന്നു വരികയാണ്. അപ്പോഴാണ് ലോക നേതാവായ പുണ്യപ്രവാചകർ സുബ്ഹ് ത്വയ്ബാ മേ ഹുയി ബൾതാ ഹെ ബാളാ നൂർ കാ ആയാ ഹെ താരാ നൂർ കാ ആയാ ഹെ താരാ നൂർ കാ. ലോകമാകമാനമുള്ള അന്ധകാരത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ ധവളിമ കൊണ്ട് ആലിംഗനം ചെയ്ത മാറ്റത്തിന്റെ പടഹധ്വനിയായ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാബിയോട് ചോദിക്കുകയാണ്, അല്ല, ഈ ലോകത്തിനൊരു അധികാരി ഉണ്ടെന്നതിന് തെളിവെന്താണ്? അള്ളാന്റെ റസൂല് ചോദിക്കുന്നത് ഒരു മോഡേൺ സയന്റിസ്റ്റിനോടല്ല. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാബിൽ ഇരിക്കുന്ന ഒരു ഗവേഷകനോടല്ല, ഗ്രാമീണനായ അറാബിയോട് ചോദിക്കുന്നുവല്ല. ദൈവമുണ്ട്, പടച്ചവനുണ്ട്, അല്ലാഹു ഉണ്ടെന്നതിന് തെളിവെന്താണ്? ഉടനെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരുപാട് കാഷ്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി നബിയേ, അതുവഴി കടന്നുപോയ മൃഗമേതാണ്? ആടാണോ, മാടാണോ, ഒട്ടകമാണോ, കുതിരയാണോ, കഴുതയാണോ? ഇത് മുഴുവനും മനസ്സിലാക്കാൻ വഴി നടന്നു വരുന്ന സമയത്ത് വഴിയോരത്ത് കിടക്കുന്ന കാഷ്ടത്തിൽ നിന്ന് സഞ്ചരിച്ച മൃഗത്തെ അറിയാൻ കഴിയും. അതുപോലെയാണ് ഈ ലോകമാകമാനം അല്ലാഹു ഉണ്ടെന്നതിന് തെളിവാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോ
ആ ചിന്താ വിപ്ലവത്തെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് നമ്മുടെ ഖൽബിന്റെ രാജാവ്. ആധുനികതയുടെ ശാസ്ത്രീയ വിപ്ലവത്തിന്റെ നട്ടെല്ലൊടിക്കുവാനും അവരുടെ വിദണ്ഡവാദങ്ങളുടെ കഴുത്തറുത്ത് മാറ്റാനും പറ്റുന്ന ചിന്താ വിപ്ലവത്തിന്റെ പടഹധ്വനി മുഴക്കിയ ആഖായെ നാംദാർ താജ്ദാറെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ വിചാര കേന്ദ്രങ്ങളുടെയും വിപ്ലവധ്വനികളെ അടയാളപ്പെടുത്തുമ്പോ അതിന് മുഴുവനും മറുപടി പറയുകയാണ്. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അന്നത്തെ കാലത്ത് അറാബിക്ക് പറയാനുള്ളത് ആട്ടിൻ കാഷ്ടം കണ്ടുകൊണ്ട് ആട് പോയെന്നാണെങ്കിൽ ഇന്നും എന്നുമുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് കണ്ടോ. അഫലം യൻദുറൂ ഇലസ്സമാ, അവരാകാശത്തേക്ക് നോക്കുന്നില്ലേ? ഫൗഖഹും, അവരുടെ മേലെയുള്ള ആകാശത്തിലേക്ക്. കൈഫ ബനൈനാഹാ, നമ്മൾ എങ്ങനെയാണ് അതിനെ നിർമ്മിച്ചത്. വസയ്യനാഹാ, അതിനെ എങ്ങനെയാണ് നമ്മൾ അലങ്കരിച്ചത്. വമാ ലഹാ മിൻ ഫുറൂജ്, അതിൽ യാതൊരു വിള്ളലുമില്ലാതെ മേലാപ്പാകുന്ന ആകാശത്തെ ക്രമീകരിച്ചവനാരാണ്. വൽ അർള മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഈ ഭൂമിയെ വിരിപ്പാക്കി അതിന്റെ ബാലൻസിന് പറ്റുന്ന പാറകളെയും മലകളെയും വെച്ച് അതിൽ നിന്ന് പഴങ്ങൾ ഫലം തരുന്ന ഒന്നാന്തരം സസ്യങ്ങളെയും ലതാദികളെയും സംവിധാനിച്ച് ഇതിന്റെ കട്ടിയുള്ള മണൽപ്പരപ്പിന്റെ അടിയിൽ നിന്ന് ഊതിയാൽ ഒടിഞ്ഞു പോകുന്ന നാമ്പിന്റെ മുളയെടുപ്പ് നടത്തി അങ്ങനെ ധാന്യങ്ങളെയും സസ്യങ്ങളെയും മുളപ്പിച്ചു തരുന്ന അതാരാണെന്നറിയുമോ? തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ചിന്തിക്കുന്നവർക്ക് മുഴുവനുമുള്ള ദർശനമാണ്, സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകാ, അല്ലാഹു തആല അനുഗ്രഹത്തിന്റെ പാനീയം ആകാശത്തു നിന്ന് അവതരിപ്പിച്ചു. വെള്ളം തന്നെ ബറക്കത്തുള്ളതാണ്. ബറക്കത്തുള്ള വേറെ ഒരു വസ്തു അതിലിട്ടാൽ ഡബിൾ ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമിട്ടാൽ വെള്ളത്തിന് 2 ബറക്കത്താണ്. കഅബാലയത്തിന്റെ മേലെ നിന്ന് വീഴുന്ന വെള്ളമാണെങ്കിൽ അതിന് 2 ബറക്കത്താണ്. ഒരു കാലത്ത് കഅബാലയത്തിന്റെ മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ മഴ പെയ്യുന്ന സമയത്ത് താഴേക്ക് വരാറുണ്ട്. അവിടെ കൂടുന്ന അറബികളും പരദേശികളുമെല്ലാം തിക്കും തിരക്കും കൂടിയിട്ട് നനയാൻ വരുമ്പോ ആ മഴ കഅബാലയത്തിന്റെ മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴോട്ട് വരുമ്പോ എല്ലാവരും അവിടുന്ന് നനവ് സ്വീകരിക്കാൻ കുളിക്കാൻ ഓടി വരാറുണ്ട്. അപ്പോ കഅബാലയത്തിന്റെ മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴോട്ട് വരും. അപ്പൊ അറബികളും അനറബികളും വിദേശികളും സ്വദേശികളും എല്ലാം തിക്കും തിരക്കും കൂടിയിട്ട് ആ വെള്ളം നനയാൻ വേണ്ടി വരും. ആ സമയത്ത് ചില ആളുകൾ, ഇന്ന് ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ പരിഷ്കരണവാദികൾ, അവര് വന്നിട്ട് ചോദിച്ചു, ആ വെള്ളത്തിന് എന്ത് ബറക്കത്താ ഉള്ളത്? കഅബാലയത്തിന്റെ മേലെ വീണ വെള്ളത്തിന് ബറക്കത്തുണ്ടോ? അന്ന് മക്കത്തെ പള്ളിയിലെ മുദർരിസായിരുന്നു അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി. നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയക്ക് ശിലാസ്ഥാപനം നടത്തിയ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ പിതാവായ അലവി ഇബ്നു അബ്ബാസ് അൽ മാലിക്കി തങ്ങൾ എന്ന മക്കത്തെ പള്ളിയിലെ മുദർരിസാണ്. മഹാനവറുകളുടെ അടുക്കൽ പോയി ചോദിച്ചു, അല്ല, കഅബാലയത്തിന് മേലെ വീഴുന്ന വെള്ളം സ്വർണപ്പാത്തിയിലൂടെ താഴോട്ട് വരുന്നുണ്ട്, ആ വെള്ളത്തിന് ബറക്കത്തുണ്ടോ? ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ബൽ ബറക്കത്താനി, അതിന് 1 ബറക്കത്തല്ല 2 ബറക്കത്തുണ്ട്. നമ്മളെപ്പോലെ വെറുതെ വർത്തമാനം പറയുന്നവരല്ല അവർ. ഉടനെ അതിന്റെ തെളിവും അങ്ങ് പറഞ്ഞു കൊടുത്തു.
അൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറകാ, ബറക്കത്തുള്ള വെള്ളമാണ് അല്ലാഹു വാനലോകത്ത് നിന്ന് ഇറക്കുക എന്ന് ഖുർആനിലുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ, പരിശുദ്ധമായ കഅബാലയം ബറക്കത്തിന്റെ വീടാണെന്ന് അതും ഖുർആനിലുണ്ട്. അപ്പൊ ബറക്കത്തുള്ള വീടിന്റെ മേലെ ബറക്കത്തുള്ള വെള്ളം വീണാൽ അത് രണ്ടും കൂടിയാണെങ്കിൽ ഡബിൾ ബറക്കത്താണ് എന്ന് ബഹുമാനപ്പെട്ട അലവി ഇബ്നു അബ്ബാസ് മാലിക്കി തങ്ങൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മുബാറക്കായ നബിയാണ്. ആ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാകുന്ന വിശുദ്ധ കേശമിട്ടാൽ ആകാശത്ത് നിന്ന് അല്ലാഹ് ഇറക്കിയ ബറക്കത്തിന്റെ വെള്ളത്തിലായാൽ അത് ഡബിൾ ബറക്കത്തുള്ളതാണ്. വിഷയം മാറുന്നില്ല. وأنزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد. ആ വെള്ളത്തിൽ നിന്ന് ഈ ഭൂമിയുടെ മേലെ ഒന്നാം തരം സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നവനാരാണ്? റബ്ബുൽ ആലമീൻ. والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج. അല്ലാഹു തആല പുനരുദ്ധാനത്തിന്റെ പ്രമാണങ്ങളെയും ലോകത്തിന്റെ നിയന്ത്രണത്തിന്റെ അസ്ഥിവാരങ്ങളെയും കൃത്യമായ ഖുർആനിലൂടെ ലോകത്തിന് ഓർമ്മപ്പെടുത്തി തരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ മുഴുവനും പരമാധികാരി ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വിജയിച്ച ആളുകൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു ദർശനത്തിനും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെ ലോകത്തുള്ള മുഴുവൻ സിദ്ധാന്തങ്ങളുടെയും മുമ്പിൽ കൃത്യമായ പ്രമാണങ്ങളോടെയും ന്യായങ്ങളോടെയും അവതരിപ്പിക്കാൻ കഴിയും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഓരോ വിശ്വാസ പ്രമാണങ്ങളെയും അതിന് ദൈക്ഷണികമായും ശാസ്ത്രീയമായും എല്ലാം കൂടുതൽ തെളിവുകൾ ഉദ്ധരിക്കാനുള്ള സമയം ഇവിടെയില്ല. അതിന്റെ സദസ്സായി ഞാനിത് മനസ്സിലാക്കുന്നില്ല. അതേ സമയത്ത് യുക്തിവാദത്തിന്റെയും ദാർശനികവാദത്തിന്റെയും പ്രകൃതിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ആളുകൾ വന്നാൽ അവരുടെ മുമ്പിലേക്ക് ആയിരക്കണക്കിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാം, ഏകനായ അല്ലാഹുവാണ് പരമാധികാരി എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആയിരക്കണക്കിന് തെളിവുകൾ ഇസ്ലാം ഉന്നയിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാനുള്ള സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ ഇത് ആമുഖമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയത്, അത്രയും സുഭദ്രമായ ഇസ്ലാമിന്റെ ആളുകളായ നമ്മൾ, നമ്മുടെ കയ്യിലുള്ള തൗഹീദ്, ആരുടെ മുമ്പിലും പറയാൻ പറ്റുന്ന തൗഹീദ്, നമ്മുടെ കയ്യിലുള്ള ഖുർആൻ, ഇതുവരെയും ആരുടെയും വെല്ലുവിളികളുടെ മുമ്പിൽ പരാജയപ്പെടാത്ത ഇസ്ലാമിന്റെ വേദമാകുന്ന ഖുർആൻ, ഇതുവരെയും ഖുർആൻ ഉയർത്തിയ വെല്ലുവിളിക്ക് മറുപടി പറയാൻ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഒരാളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ ആ നേതാവ് പറ്റൂല എന്ന് പറയൂല. അത്രയും സുഭദ്രമായ നേതൃത്വം. ഇത് മൂന്നും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ അടിസ്ഥാനപരമായ മൂന്ന് പ്രമാണങ്ങളും ഉള്ള നമ്മൾ, മുസ്ലിം ലോകം ഇന്നവരുടെ ജീവിതം എവിടെയാണ്? നാം നമ്മുടെ ഭൗതികമായ മേച്ചിൽ പുറങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുമ്പോ ആത്മീയതയെ നമ്മൾ മറന്നുപോയി. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഈമാനുള്ളവരെ അദീമൂ അലൽ ഈമാൻ. ഇസ്ലാം നല്ല മതമാണ്. ഏതു വെല്ലുവിളികളുടെയും മുമ്പിൽ ഇസ്ലാമിനെ പിടിച്ചു നിൽക്കാൻ കഴിയും. കനിമൊഴി എന്ന പെണ്ണ് ജയിലറയുടെ ഉള്ളിലാണ് കഴിയുന്നതെങ്കിൽ എന്റെ മോള് ഫാത്തിമ കട്ടാലും കൈമുറിക്കണമെന്ന് പറഞ്ഞ പ്രയോഗത്തിന് എത്ര ആഴമുണ്ട്! അള്ളാന്റെ ഹബീബിന് വേറെ ആരെങ്കിലും പറയാമായിരുന്നു.
പക്ഷേ ഭരണാധികാരി കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്റെ മകളായ ഫാത്തിമ കെട്ടാലും അവളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പ്രയോഗം ഈ നാട്ടിൽ ഇരുന്ന് ആലോചിക്കുമ്പോ എത്ര ആഴമുള്ളതാണ്. ഇതുപോലെയാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ കൃത്യമായി ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ നിയമം അവതരിപ്പിച്ചു തരുമ്പോ ആ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി, പരലോകത്തെ കുറിച്ചുള്ള വിചാരം നഷ്ടമായി പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കുറഞ്ഞുപോയി. നമ്മളെല്ലാം എപ്പോഴും ഇതാ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിലാണ്. വരൂ, നമ്മുടെ SSFന്റെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ സമയം ചോദിക്കുക, അല്ലെങ്കിൽ CSOയുടെ ഒരു മീറ്റിങ്ങിന് വിളിക്കുക. ഇങ്ങനെ വിളിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ ജീവിക്കണ്ടേ എന്ന് ചോദിക്കും. അവരോട് തിരിച്ചു ചോദിക്കേണ്ടത് മരിക്കണ്ടേ എന്നാണ്. അവരോട് തിരിച്ചു ചോദിക്കേണ്ടത് ഈ ജീവിതത്തിനപ്പുറം ഒരു മരണമുണ്ട്. ഭൗതികമായ മുഴുവൻ തത്രപ്പാടുകളുടെയും ഇടയിൽ കിടന്നുകൊണ്ട് ഭൗതികമായ പരിപ്രേക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുമ്പോ അതിന്റെ ഇടയിൽ ചോദിക്കേണ്ടത് താൽക്കാലികമായി ജീവിതത്തിനപ്പുറം വരാനുള്ള ഒരു നീണ്ട ജീവിതമുണ്ട്. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് വിതിൻ 100 years ഓർ അതിനേക്കാൾ കുറച്ച്, ഒരു 100 കൊല്ലോ അതിനേക്കാൾ കുറച്ചോ ഉള്ള വർഷത്തിനിടയിലുള്ള ലളിതമായ ഒരു ജീവിതം. ഈ ജീവിതത്തെ മുഴുവനും നമ്മുടെ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. അതിൽ നിങ്ങൾ കൗണ്ട് ഡൗൺ ടൈമർ എടുത്തു വെക്കണം. ആ കൗണ്ട് ഡൗണിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിന്റെ അത്രയും അവേഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു വെക്കണം. കൗണ്ട് ഡൗൺ. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നിശ്ചയിച്ചു തന്ന ഒരു വയസ്സുണ്ട്. എനിക്കൊരു പക്ഷേ 40 ആയിരിക്കാം. അതിൽ നിന്ന് 32 വയസ്സ് കഴിഞ്ഞു. ഇനി 8 കൊല്ലമേ എന്റെ കയ്യിൽ ബാക്കിയുള്ളൂ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വയസ്സ് 50ഉം 60ഉം 70ഉം ഒക്കെ ആയെങ്കിൽ അല്ലാഹു തആല തന്നതിൽ നിന്ന് അത്രയും വർഷം പോയിരിക്കുന്നു. ഇനി ബാക്കിയേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ജീവിതം കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നിന്റെ ജീവിതത്തിൽ നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന വിചാരമാണ് കടന്നു വരേണ്ടത്. നാം നാളത്തേക്ക് വേണ്ടി എന്ന് ആലോചിച്ചിട്ടുണ്ട്. നാളെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കിടക്കേണ്ട വീട് ചിന്തിച്ചിട്ടുണ്ട്. നാളത്തെ എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയുള്ളത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നാളെയുള്ള എൻ്റെ സ്വന്തമായ പാരത്രിക ജീവിതത്തിന് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. അവിടെയാണ് ഈമാനുള്ളവനും ഇല്ലാത്തവനും വേർതിരിയുക. താൽക്കാലികമായ ഈ ജീവിതത്തിന്റെ മട്ടുപ്പാവുകളെ കെട്ടിയൊരുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന പുതിയ മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വരേണ്ട വിചാരമേതാണ്? ഞാൻ കേവലനായ ഒരു മനുഷ്യനല്ല, ഇബാദുർ റഹ്മാൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിച്ച മഹാന്മാരായ സ്വഹാബത്ത്, അവരെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുപോയ രേഖ ഏതാണ്? ഈമാനാണ്. ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ മലർവനിയിലിരുന്ന് അനുയായികളുടെ മുമ്പിലേക്ക് പറയുകയാണ്. ഒരു പള്ളിയുടെ അകത്തളത്തിലേക്ക് സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം നടക്കുകയാണ്. ലോകത്താരെങ്കിലും പ്രസംഗത്തെക്കുറിച്ച് ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കാരണം അനുയായികൾ ഇരുന്നതെങ്ങനെ? അവരുടെ തലയിൽ ഒരു പറവ ഇരിക്കുന്നുണ്ട്. അത് പറന്നു പോകാതിരിക്കാൻ എത്ര ശ്രദ്ധ കാണിക്കുമോ അത്രയും ശ്രദ്ധയോടെ കേട്ട പ്രസംഗം ആരുടേതാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സുബഹി കഴിഞ്ഞ് മിമ്പറിൽ കയറി.
ളുഹർ വരെ പ്രസംഗിച്ചു. ളുഹർ കഴിഞ്ഞ് വീണ്ടും മിമ്പറിൽ കയറി അസർ വരെ പ്രസംഗിച്ചു. പിന്നീട് മിമ്പറിൽ കയറി മഗ്രിബ് വരെ പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിന്റെ മാറ്റർ ഏതായിരുന്നു? മിമ്പദിൽ ഖൽഖി, ഉൽപ്പത്തി ശാസ്ത്രം മുതൽ ഇലാ അൻ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന വഅഹ്ലുൻ നാരി അന്നാർ. സ്വർഗത്തിലേക്ക് പോകുന്നവൻ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നവൻ നരകത്തിലേക്ക്. ഇതുവരെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നീണ്ട മാരത്തോൺ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതായി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലൊരു പ്രസംഗം വേറെ ഒരു നേതാവും നടത്തിയിട്ടില്ല. അത് പിന്നീട് പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ പ്രസംഗങ്ങൾ, യുദ്ധക്കളത്തിനടുത്തുള്ള പ്രസംഗം എങ്ങനെയായിരുന്നു, അറഫായിലെ പ്രസംഗം എങ്ങനെയായിരുന്നു, തൗബയെ കുറിച്ചുള്ള പ്രസംഗം എങ്ങനെയായിരുന്നു, അഥവാ അവിടുന്ന് കുംഭകോണം നടത്താൻ ശ്രമിച്ചവരുടെ മുമ്പിലുള്ള പ്രസംഗം എന്തായിരുന്നു, മാർക്കറ്റിലേക്ക് ചെന്നപ്പോ നല്ല ഈത്തപ്പഴം മേലെ വെച്ചിട്ട് കേടുവന്ന ഈത്തപ്പഴം ഉള്ളിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് കൂന കൂട്ടി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഒരു പിടിയെടുത്തങ്ങ് ഇളക്കിയപ്പോ ഉള്ളിലുള്ള ചീത്തയായ പഴമാണ് കാണുന്നത്. ഉടനെ ഒരു പ്രസംഗമാണ്, മൻ ഖശാനാ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ എന്റെ പ്രസ്ഥാനത്തിലെ മെമ്പറല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർക്കറ്റിലെ പ്രസംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയെ കുറിച്ചുള്ള പ്രസംഗം, അതുപോലെ തന്നെ രാജ്യതന്ത്രജ്ഞന്മാരോട് നടത്തേണ്ട പ്രസംഗം, ഹുദൈബിയ സന്ധിയിൽ സ്വഹാബത്ത് മുഴുവനും അല്പമൊന്ന് വിഷമിച്ചു നിൽക്കുന്ന സമയത്തുള്ള ധീരമായ പ്രസംഗം. ഞാൻ നിങ്ങളെ കണ്ടിട്ടല്ല ഈ പ്രസ്ഥാനത്തിനിറങ്ങിയത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, നിങ്ങൾ ആരുമില്ലെങ്കിലും ഞാൻ എൻ്റെ ദൗത്യത്തിന് മുന്നോട്ടാണെന്ന് പറഞ്ഞ ധീരമായ പ്രസംഗം. ഇതുപോലെ ഹബീബിന്റെ പ്രസംഗങ്ങൾ വല്ല അത്യത്ഭുതങ്ങളായ വചനങ്ങളാണ്. അതാ ഒരു ദിവസം അതുപോലെ വിളിച്ചുകൂട്ടി സ്വഹാബത്തിനെ. മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകാനുള്ള മുന്നൊരുക്കങ്ങളാണ്. പള്ളിയുടെ ഉള്ളിൽ വിളിച്ചുകൂട്ടിയിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് സ്വഹാബ നിങ്ങൾ പുറപ്പെടേണ്ടത്, എവിടെയാണ് നിങ്ങൾ തമ്പടിക്കേണ്ടത്, ആദ്യമാരാണ് തന്നു യുദ്ധത്തിനിറങ്ങേണ്ടത്, ഇതെല്ലാം പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, ഓ സയ്യിദ് ബിൻ ഹാരിസ, നിങ്ങൾ ഷഹീദായ അപ്പോൾ സയ്യിദ് ബിൻ ഹാരിസയ്ക്ക് ഉറപ്പായി, ഞാൻ ഈ യുദ്ധത്തിൽ അവസാനത്തെ യാത്രയാണ്. രണ്ടാമത്തെ മെമ്പറെ വിളിക്കുന്നു, അബ്ദുല്ലാഹി ബിൻ റവാഹ, ഇദാ ഉസീബ സയ്യിദുൻ ഔ ഖുതില, സയ്യിദ് ബിൻ ഹാരിസ വധിക്കപ്പെടുകയോ പരിക്കേറ്റു വീഴുകയോ ചെയ്താൽ അബ്ദുല്ലാഹി ബിൻ റവാഹ നിങ്ങൾ പതാക എടുക്കണേ. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇദാ ഉസീബ ഔ ഖുതില, കൊല ചെയ്യപ്പെടുകയോ പരിക്കേറ്റു വീഴുകയോ ചെയ്താൽ ജഅഫറു തയ്യാറേ, നിങ്ങളാണ് പതാക വഹിക്കേണ്ടത്, പടവാളെടുക്കേണ്ടത്. ഇവര് മൂന്നു പേരും അന്യരായ ആളുകളല്ല. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മകന്റെ സ്ഥാനത്താണ്, പോറ്റുമകനാണ്. ചെറുപ്പകാലത്ത് ഏറ്റവും സേവനം ചെയ്ത മഹാനാണ് സയ്യിദ് ബിൻ ഹാരിസ. സ്വന്തം വാപ്പയും ഉമ്മയും വന്നപ്പോ വിളിച്ചിട്ട് പോയില്ല. നുബൂവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പായിരുന്നു അത്. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോ ഖദീജ ബീവി കൊടുത്ത സമ്മാനമാണ് സയ്യിദ് എന്ന അടിമ. അപ്പോഴാണ് വാപ്പയും ഉമ്മയും വിദേശത്തു നിന്ന് തേടി വന്നിട്ട് മകനെ കണ്ടെത്തിയത്.
അപ്പോൾ പറഞ്ഞു, നബി എന്ന പ്രഖ്യാപനം 40-ാമത്തെ വയസ്സിലല്ലേ നടത്തിയത്? അതിനു മുമ്പ് തന്നെ റസൂലുള്ളാഹിനെ തിരിച്ചറിഞ്ഞ ആളാണ് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അരമനയുടെ അകത്തളത്തിലെ അതീവ രഹസ്യങ്ങളും ആധികാരികതയുടെ അവസാനത്തെ ശബ്ദവും ഇടപെടലിന്റെ ഇടപാടുകളും കൃത്യമായി അറിയുന്ന സന്തത സഹചാരിയായ സയ്യിദ് ബിൻ ഹാരിസയാണ്. വളരെ ബന്ധമുള്ള ആളാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടക്കളത്തിലിറങ്ങിയാൽ വരാൻ പോകുന്ന യാഥാർത്ഥ്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നീട് വിളിച്ചു പറഞ്ഞ ആളാരാണ്? ജഅഫർ ബിൻ അബീ ത്വാലിബ് ആരാണ്? മൂത്താപ്പയുടെ മകനാണ്, സഹോദരനാണ്. അബൂ ത്വാലിബ് എന്ന മൂത്താപ്പാന്റെ മകനാണ് ജഅഫർ എന്നവർ. ഹബീബായ നബി തങ്ങളോട് സാദൃശ്യമുള്ള ആളാണ്. പക്ഷേ ജഅഫറിന് പരിക്ക് പറ്റിയാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ നിങ്ങളാണ് പതാക എടുക്കേണ്ടത്. അബ്ദുല്ലാഹി ബിൻ റവാഹ ആരാണ്? അങ്ങേയറ്റത്തെ ആഴമുള്ള ഒരു പ്രവാചക പ്രേമിയാണ്. ജാനദേദോ വഅദേ ദീദാർ പർ ലുത്ഫുൻ കാ അമോഹി ജായേഗാ സായിലോ ദാമൻ സഖീ കാ ദാമിലോ കുച്ച് ന കുച്ച് നാമോഹി ജായേഗാ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ഒരനുരാഗിയാണ്. അനുരാഗിയായ അബ്ദുല്ലാഹി ബിൻ റവാഹയും സഹോദരനായ ജഅഫർ തയ്യാറും സന്തത സഹചാരിയും സന്താന സമാനരുമായ സയ്യിദ് ബിൻ ഹാരിസയും 3 പേരോടും പറയുന്നു, നിങ്ങൾ ഷഹീദായാൽ. പള്ളിയിലെ സംസാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി യുദ്ധവും യുദ്ധരംഗങ്ങളും പറയാൽ ഇപ്പോഴെന്റെ ലക്ഷ്യമല്ല, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു ജൂത സഹോദരൻ വന്നിട്ട് ചോദിക്കുകയാണ്. പള്ളിയിലെ സംസാരം കേട്ട ആളാണ്. അയാൾ ചോദിക്കുന്നു, ഓ സയ്യിദേ, ഓ അബ്ദുല്ലാ, ഓ ജഅഫറേ, നിങ്ങൾ 3 ഇങ്ങോട്ടൊന്ന് വന്നേ. ചോദിച്ചു, എന്താണ്? നിങ്ങളുടെ നബി സത്യവാനല്ലേ? അതെ, സത്യവാനാണ്. നിങ്ങൾ 3 ഷഹീദായാൽ 4ാമത് ഖാലിദ് ബിൻ വലീദ് പതാക എടുക്കണമെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ നാളെ നിങ്ങൾ പോണത് മരിക്കാനല്ലേ? അതെ. നിങ്ങൾക്ക് അവിടെ പോകാതെ ഒന്ന് ജീവൻ രക്ഷപ്പെടുത്തിക്കൂടെ? അപ്പോഴാണ് ഇസ്ലാമിന്റെ ഈറ്റപ്പുലികളായ ധർമ്മസേനാനികൾ പടക്കളത്തിൽ പടകധ്വനി മുഴക്കി തൗഹീദിന്റെ അമരധ്വനി അടയാളപ്പെടുത്തേണ്ട അജയ്യ ശക്തത്തിന്റെ അതുല്യ ശക്തികളായ സ്വഹാബാ കിറാം പറയുന്നു, ഇല്ല ഇല്ല, നഹ്നുല്ലദൂന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങൾ അതിനു വേണ്ടി തന്നെ തയ്യാറായവരാണ്. ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ചെറുപ്പക്കാരെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കീറി പുറത്ത് കളഞ്ഞ കഥ കേട്ടിട്ട് പൊടി തട്ടി വീട്ടിൽ പോയി കിടന്നുറങ്ങാനാണോ? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവാർപ്പണം നടത്തിയത് കേട്ടിട്ട് വിശ്രമിക്കാനാണോ? അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ പ്രാണനറ്റ് വീഴുന്ന വേദനിക്കുന്ന രംഗം കേട്ടിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണോ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീര പോരാട്ടങ്ങളുടെ വീരകഥകൾ കേട്ടിട്ട് വിശ്രമിക്കാനാണോ? അല്ല മോനെ, അല്ല. ഞാനും നിങ്ങളും ഇന്നത്തെ ഖാലിദാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ ജഅഫറാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ ഹംസത്തുൽ കറാറാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ അബ്ദുല്ലാഹി ബിൻ റവാഹയാകണം. ഞാനും നിങ്ങളും ഇന്നത്തെ അബ്ദുല്ലാഹി ബിൻ ഉമറാകണം. അത് മുസ്ലിയാരെ, ഞങ്ങളൊക്കെ ഇവിടെ മെനക്കെട്ട് കോഴിക്കോടുന്നും മാഹിന്നും കണ്ണൂരിന്നും കാസർഗോഡുന്നും ഒക്കെ വണ്ടി കയറി വന്നത് ജഅഫറാവാനോ അബൂബക്കറാവാനോ ഒന്നുമല്ല, ഞങ്ങൾ അംബാനിയാവാൻ വന്നതാണ്. അല്ല മോനെ,
നമ്മളെക്കാൾ വലിയ കുടുംബ ബാധ്യതയുള്ളവരായിരുന്നു സ്വഹാബാ കിറാം. സഹാബത്തിന് എത്ര ഭാര്യമാരായിരുന്നു, എത്ര മക്കളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാട്ടിൽ പോയി വിറക് വെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് ജീവിച്ചയാളാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിത്യവൃത്തിക്ക് വേണ്ടി ജോലിയെടുത്ത ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ പണിയെടുത്തിട്ട് ഉപജീവനം നടത്തിയ ആളാണ്. എന്തിനേറെ പറയണമെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാവിലെ വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോ, സുബഹി കഴിഞ്ഞാൽ പൊന്നുമോളുടെ വീട്ടിലേക്ക് ചിലപ്പോ വരാറുണ്ട്. ഒരു ദിവസം രാവിലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുമ്പോ ഹസനൈനിയെ കാണാനില്ല. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന മരുമകനും വീട്ടിലില്ല. മകളോട് ചോദിച്ചു, മോളെ ഫാത്തിമ, മക്കളെവിടെ? അവരുടെ വാപ്പയെവിടെ? അപ്പോൾ പറഞ്ഞു, ഉപ്പാ 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മക്കള് നിലവിളിക്കുന്നത് കേട്ടിട്ട് വാപ്പ 2 മക്കളെ എടുത്തിട്ട് പോയതാണ്. ചിലപ്പോ ഇന്നാലിന്ന തോട്ടത്തിൽ പോയി ജോലി എടുക്കുന്നുണ്ടാകും, ഇന്നാലിന്ന തോട്ടത്തിൽ പോയി ജോലി ചെയ്യുന്നുണ്ടാകും. അപ്പോഴാണ് മദീനയിലെ രാജാവ് നേരെ ഇറങ്ങി പൊന്നുമോള് ഫാത്തിമ പറഞ്ഞ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോ ഈത്തപ്പനയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഈത്തപ്പഴം കീറി കഴിക്കുന്ന 2 പേരക്കുട്ടികളുണ്ട്. വാപ്പാനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മക്കളെ വാപ്പയെവിടെ? അപ്പോഴാണ് തോട്ടത്തിന്റെ അകത്തളത്തിൽ നിന്ന് അലിയാര് തങ്ങൾ വിളി കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ. അടുത്തേക്ക് വന്ന വിഷയം പറയുകയാണ്. തങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോ മക്കള് വിശന്നിരിക്കുന്നത് കണ്ട് അവരെയും എടുത്ത് ജൂതന്റെ തോട്ടത്തിൽ പണിയെടുക്കാൻ വന്നതാണ്. അല്പനേരം ജോലിയെടുത്തപ്പോ കിട്ടിയ ഈത്തപ്പഴം കൊണ്ടുവന്ന മക്കൾക്ക് കൊടുത്തു. ഇനി ഫാത്തിമാക്ക് വേണ്ടി ഒരു 2-3 ഈത്തപ്പഴം വേണം. അതിനു വേണ്ടി സമയം ചെലവഴിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് ലോകഗുരുവായ പുണ്യനബിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണീർ കണങ്ങൾ അടർന്നു വീഴുന്നു. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹബീബിന്റെ തിരുകുടുംബം അനുഭവിക്കുന്ന വേദനയാണ്. പക്ഷേ അലിയാര് തങ്ങള് കമന്റടിച്ച് സമയം കളയാൻ പോയ ആളല്ല. അലിയാര് തങ്ങള് വേല ചെയ്യാതെ വീട്ടിലിരുന്ന മടിയനല്ല. ആരോഗ്യം മുഴുവനും അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിയപ്പോ, പടച്ചവന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പടക്കളം ഒരുങ്ങിയപ്പോ പടവാളെടുത്ത ധീര ശക്തിയായ അലിയാര് തങ്ങൾ അള്ളാന്റെ ദീനിന് വേണ്ടി നിലകൊണ്ടപ്പോഴാണ് ദാരിദ്ര്യത്തിന്റെ കൈപ്പറിയേണ്ടി വന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇവിടെ അധ്യാപനം നടത്തുന്നവരോ വിദ്യാഭ്യാസം നേടുന്നവരോ ഉപജീവനം നേടുന്നവരോ ആരാണെങ്കിലും ശരി, നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മുടെ ദീൻ പ്രചരിപ്പിക്കൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് ഏറ്റെടുക്കാൻ വേറെ ആരും വരില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദേ, എന്റെ മൂത്ത മോടെ കല്യാണം കഴിയട്ടെ, അത് കഴിയുമ്പോ ഇളയ മോടെ കല്യാണം കഴിയട്ടെ, അത് കഴിയുമ്പോ മൂത്ത മോന്റെ മാർക്കം കഴിയട്ടെ, പിന്നെ എന്റെ വീടിന്റെ പണി കഴിയട്ടെ. അങ്ങനെ നീട്ടാനുള്ളതല്ല മോനെ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനം
നീ ഒരു ദിവസമാണോ ഈ മദ്രാസിൽ നിൽക്കുന്നത്? ആ ഒരു ദിവസം ഇവിടെ ദീനിന് വേണ്ടി ഒരല്പസമയം ചെലവഴിക്കൽ എന്റെ ബാധ്യതയാണ്. നീ വേറെ എവിടെങ്കിലും ആണോ ജോലിക്ക് പോകുന്നത്? അവിടെയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യൽ ബാധ്യതയാണ്. നമുക്കെല്ലാം അങ്ങനെ ഒരു കടപ്പാടുണ്ട്. അല്ലാഹുവിന്റെ ദീനാകുന്ന സത്യപ്രസ്ഥാനം അനുസരിച്ച് ജീവിച്ചിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കണം. അതാ ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹു മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീഴുമ്പോ ഹബീബായ റസൂലുള്ളാഹിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന അസ്മാ ബീവിയുടെ അരയിൽ ഇരുന്നു കൊണ്ട് ഓമനമോൻ കരയുന്നുണ്ട്. അതാരാണ്? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അവരും മക്കളെ വിട്ടിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി ദീന് പ്രചരിപ്പിച്ച മഹാന്മാരാണ്. അപ്പൊ ആ സംഭവങ്ങൾ കേട്ടിട്ട് പോയി കിടന്നുറങ്ങാനല്ല, ഈ സംഭവങ്ങൾ പറഞ്ഞിട്ട് പോയി വിശ്രമിക്കാനല്ല. ഈ കാലഘട്ടത്തിലെ ഒരു ജഅഫറാകണം. അതിന് വാളെടുത്ത് ചെന്നൈ അങ്ങാടിയിലേക്ക് ഇറങ്ങാനല്ല, പടക്കളത്തിലേക്ക് ചാടിപ്പോകാനല്ല. നീ നിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ദീനിന്റെ പ്രചരണം നടത്തണം. അതാണ് നീ ചെയ്യേണ്ട സേവനം. നീ ജോലി തിരക്ക് പറഞ്ഞ നിസ്കാരം ഖളാഅക്കാൻ പാടില്ല. നീ ജോലി തിരക്ക് പറഞ്ഞിട്ട് സ്വലാത്തിന്റെ മജ്ലിസ് മുടക്കാൻ പാടില്ല. നീ നിന്റെ ജോലി തിരക്ക് പറഞ്ഞിട്ട് വഅദിന്റെ മജ്ലിസുകൾ മുടക്കാൻ പാടില്ല. നീ നിന്റെ ജോലിക്കിടയിൽ മറ്റൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവന് പരിചയപ്പെടുത്തി കൊടുക്കണം. തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് മാർഗദർശനം നൽകണം. അതാണ് എന്റെയും നിങ്ങളുടെയും ഇന്നത്തെ ദൗത്യം. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. മോനെ, നമ്മൾ കാരണമായി ഒരാൾ നന്മയിലേക്ക് വന്നാൽ, സത്യത്തിന്റെ വഴിയിലേക്ക് വന്നാൽ, ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുതാണ്. നമ്മൾ വിചാരിച്ചു പോയി, മൊയ്ലിയാരെ അത് നിങ്ങളെപ്പോലെ പള്ളി പണിയെടുക്കുന്നവരുടെ ജോലിയാണ്, നിങ്ങളെപ്പോലെ മതമേഖലയിലുള്ളവരുടെ ജോലിയാണ്. അല്ല മോനെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദീനയിലെ നമ്പർ 1 പ്രമാണിയായിരുന്നു. മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. രാഷ്ട്രീയ ഭരണത്തിന്റെ അമരത്ത ഖലീഫയായി. അപ്പോഴും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ആ കാലഘട്ടത്തിലെ കൊളോണിയലിസ്റ്റ് ഭരണാധികാരികളായിരുന്ന കിസ്റായുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങൾ ഞെട്ടിത്തെരിക്കുന്ന ഭരണാധികാരിയാണ്. പക്ഷേ അണ്ടം വെച്ച തുണിയെടുത്തുകൊണ്ട് മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിൽ ഉറങ്ങുകയാണ്. ആ ളുഹാ സമയത്തുറങ്ങുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പേഴ്സണൽ ഗാർഡ് ഇല്ല, സെക്യൂരിറ്റി ഇല്ല. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ മാനിഫെസ്റ്റോ എഴുതുമ്പോ നിയമഘടനയ്ക്ക് വേണ്ടി മാതൃകയെടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണവ്യവസ്ഥിതിയാണ്. അത്രയും വലിയ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പാഠം പഠിക്കണം മോനെ. അപ്പൊ ഞാൻ എത്ര വലിയ മുതലാളിയായാലും, വൈറ്റ് കോളർ ആയാലും, ബിസിനസ്മാൻ ആയാലും, എത്ര വലിയ ആളായാലും എൻ്റെ കയ്യിൽ ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഒരു ഇസ്ലാമിന്റെ പ്രചാരകനാകണം, ഇസ്ലാമിന്റെ പ്രബോധകനാകണം. അതിനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുക്കളും നേതൃത്വം നൽകുന്നത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാള് തങ്ങൾ 90 വയസ്സ് കഴിഞ്ഞിട്ടും മംഗലാപുരത്ത് നിന്നൊരു കാറിൽ കയറി 600-ലേറെ കിലോമീറ്ററുള്ള കൊല്ലത്തെ ഒരു മജ്ലിസിലേക്ക് വരുന്നു. കഴിഞ്ഞയാഴ്ച വിശ്രമ ജീവിതത്തിന് ആരും അനുവദിക്കാത്തത് കൊണ്ടല്ല,
ആ 90 വയസ്സ് കഴിഞ്ഞ മഹാനായ സയ്യിദ് റോഡിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് എന്റെ സാന്നിധ്യം കൊണ്ട് 4 പേർക്ക് ഹിദായത്ത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ കുവൈത്തിലേക്ക് വിസിറ്റിംഗ് വിസ അടിക്കാൻ കൊടുത്തപ്പോ അതോറിറ്റി പറഞ്ഞു ഇത്രയും പ്രായമുള്ള ആൾക്ക് വിസ അടിക്കൂല. അത്രയും ക്ഷീണവും പ്രായവും ഉണ്ടായിട്ടും അത് മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും ഓടി നടക്കുന്നതൊരു മുതലാളിയാകാനല്ല, കിട്ടുന്നത് മുഴുവനും പാവപ്പെട്ടവർക്കും കുടുംബത്തിൽ ആവശ്യമുള്ളവർക്കും വിധവകൾക്കും നൽകുന്ന സയ്യിദാണ്. ആ താജുൽ ഉലമാ തങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നത് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ദീന് പ്രചരിക്കാനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതാ പ്രായം ഏറെയായി വേണമെങ്കിൽ മർക്കസിന്റെ ഉള്ളിലിരുന്ന് ബുഖാരി ദർസ് നടത്തിയിട്ട് ബാക്കിയുള്ള സമയം വിശ്രമിക്കാൻ കാന്തപുരം ഉസ്താദിനെ തിരഞ്ഞെടുക്കാം. ആരും പരാതി പറയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടില്ലേ, ഉസ്താദ് അവറുകൾ രാവിലെ എറണാകുളത്ത് വന്നു, ഉച്ചയ്ക്ക് കോയമ്പത്തൂര് പോയി, പിന്നെ വൈകുന്നേരം വീണ്ടും എറണാകുളത്തേക്ക് അടുത്ത ഫംഗ്ഷന് വന്നു. എന്തിനാണ് ഈ മനുഷ്യൻ ഓടി നടക്കുന്നത്? എന്റെ സാന്നിധ്യം കൊണ്ടൊരു പള്ളി ഉണ്ടാകുന്നെങ്കിൽ, ഒരു മദ്രസയുണ്ടാകുന്നെങ്കിൽ, ഒരു ദീനീ പ്രവർത്തനം നടക്കുന്നെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ആലിമീങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, എന്റെയും നിങ്ങളുടെയൊക്കെ ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞു പോയല്ലോ. നാളെ അങ്ങ് മരിച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ട ഹാജിയാരെ, പ്രിയപ്പെട്ട ഉമറാക്കളിലെ സഹോദരാ, നമ്മൾ ഈ ദീനിനു വേണ്ടി എന്ത് ചെയ്തു? അതേ സമയത്ത് നമ്മുടെ ആലിമീങ്ങൾ ശാഫി ഇമാം തങ്ങളുടെ ജീവിതം 60-ൽ ചില്ലാനം വയസ്സുള്ള ജീവിതം കൊണ്ട് ലോകം മുഴുവനും വിജ്ഞാനം പ്രചരിപ്പിച്ച മഹാനാണ്. നവവി ഇമാം തങ്ങളെ 40 കൊല്ലത്തെ ജീവിതം കൊണ്ട് ലോകം മുഴുവനും വിജ്ഞാനം നിറച്ച നേതാവാണ്. അതുപോലെ നമ്മുടെ ഉസ്താദുമാരും സാദാത്യങ്ങളുമെല്ലാം മരണപ്പെടുന്ന സമയത്ത് ആയിരക്കണക്കിന് പള്ളികളുടെയും 10,000-കണക്കിന് ആലിമീങ്ങളുടെയും ശേഷിപ്പുണ്ടെങ്കിൽ സാധാരണക്കാരെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ ഇവിടെ നല്ല ശേഷിപ്പുകൾ വേണമെങ്കിൽ എത്ര തിരക്കുള്ള ബിസിനസ് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ദിവസം 1 മണിക്കൂറെങ്കിലും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. അതിനു വേണ്ടിയാണ് SYS, അതിനു വേണ്ടിയാണ് SSF, അതിനു വേണ്ടിയാണ് ചെന്നൈ സുന്നി ഓർഗനൈസേഷൻ, അതിനു വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ മജ്‌ലിസുകളെല്ലാം. അപ്പോൾ ഇതിൽ പങ്കാളിയായി നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് ഉണ്ടാവുക. നാം ഇതിന്റെ പങ്കാളിയായി ജീവിച്ചാൽ അവസാനത്തെ ഉദാഹരണം അറിയണോ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ആദരണീയയായ മാതാവ് മരണപ്പെട്ടു പോയി. ലക്ഷക്കണക്കിന് ആളുകൾ ജനാസ നിസ്കരിച്ചു. കോടിക്കണക്കിന് തഹ്ലീലുകൾ ആ ഉമ്മാന്റെ ഹളറത്തിലേക്ക് ചൊല്ലി. ആ ഉമ്മ ചെയ്ത സേവനം എന്താണ്? സ്വന്തം ഓമന മകനെ വേണമെങ്കിൽ വിട്ട് പഠിപ്പിച്ചൊരു ഡോക്ടറാക്കാമായിരുന്നു, വേണമെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കാമായിരുന്നു. അത്യാവശ്യം സമ്പന്ന കുടുംബമാണ് അവരുടേത്, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാക്കാമായിരുന്നു. അതിന് പകരം നല്ല ബുദ്ധിയുള്ള മകനെ, നമ്മൾ ബുദ്ധിയുള്ള മക്കളൊക്കെ എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെയൊക്കെ പോട്ടെ എന്നാണ് തീരുമാനിക്കൽ. എന്നാൽ നല്ല ബുദ്ധിയുള്ള മോനെ നല്ലൊരു പണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയി ദർസിൽ ഓതാനാക്കി. പുല്ലൂക്കര ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആ ദർസിൽ ഓതാനാക്കി മകനെ ഒരു മുതഅല്ലിമായി വിട്ടതിന്റെ കാരണമല്ലേ ആ ഉമ്മാക്ക് ജനാസ നിസ്കരിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായത്. കോടിക്കണക്കിന് തഹ്ലീലുകൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ജനങ്ങൾ ചൊല്ലി ഹദിയ ചെയ്തത്. അതുപോലെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങളുടെ മകനൊരു ആലിമായാൽ അല്ലാഹുവിന്റെ
ദീനിന്റെ സേവകനായാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു പ്രവർത്തകനായാൽ, നമുക്ക് വേണ്ടി ജനലക്ഷങ്ങൾ ജനാസ നിസ്കരിക്കുമെന്ന പ്രതീക്ഷ വേണം. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനത്തെ ഉമറാക്കൾ സ്നേഹിച്ചത്. അതിനുവേണ്ടിയാണ് ചാലിയം ബാവഹാജി ഇതിന്റെ പ്രവർത്തകനായിരുന്നത്. അതാ കണ്ടില്ലേ, 10,000-കണക്കിന് ആളുകൾ ജനാസ നിസ്കരിച്ചു. സാജിദ ഉമർ ഹാജി ഇതിന്റെ പ്രവർത്തകനായത് 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു. അതുപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു ഖാദിമായി മാറിയാൽ, തിരക്കുള്ളതിന്റെ കച്ചവടത്തിന്റെയും ജോലിയുടെയും ഇടയിൽ അസ്രായീലിനോട് മാത്രം നമുക്ക് തിരക്ക് പറയാൻ പറ്റില്ല. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. മോനെ, മരണമാകുന്ന യാഥാർത്ഥ്യം നിന്റെ മുമ്പിലേക്ക് വരുമ്പോ വേറെ ആരും തടഞ്ഞാൽ നിർക്കാൻ പറ്റൂല. ഒരാളുടെ വാക്കിനും അവിടെ പ്രാധാന്യമില്ല. നിന്നെ അതേ സമയത്തു തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ആ മരണം വരുമ്പോ എന്റെ അടുത്ത ബില്ല് പാസ്സാവട്ടെ എന്ന് പറയാൻ പറ്റൂല. ആ മരണം വരുമ്പോ എന്റെ അടുത്ത ലോഡ്ജും കൂടെ ഓപ്പൺ ആക്കട്ടെ എന്ന് പറയാൻ പറ്റൂല. മരണം വരുമ്പോൾ എൻ്റെ മകന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റൂല. എല്ലാം മടക്കി വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട മരണമാസന്നമായാൽ, കയ്യിൽ കുറെ സൽക്കർമ്മം വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഏതാണ്? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി അതിന് മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങൾക്ക് ലാഭം കിട്ടാനില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു പോയി. പഠിച്ചോലെ, ഇപ്പൊ കടയിൽ നിന്നൊരു അരമണിക്കൂറൂടെ കച്ചവടം ചെയ്ത പെട്ടിയിലേക്ക് ഒരു 10,000 ഉറുപ്പിയും കൂടെ വരും. അതേ സമയത്ത് മൻസൂർ ഹാജി വിളിച്ച മീറ്റിംഗിൽ ലോഡ്ജിന്റെ മേലേക്ക് ചെന്നാൽ ഇപ്പൊ അത് കുറഞ്ഞു പോവല്ലോ, ലാഭം നഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു പോകണ്ട. നിനക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു പ്രോഫിറ്റ് ഉണ്ട്. അത് ഇന്റർനെറ്റ് ബിസിനസ് പോലെയാണ്. ഇത് കാർഡ് ഉപയോഗിച്ചുള്ള ബിസിനസ് ആണ്. അക്കൗണ്ടിലേക്ക് അങ്ങ് നേരെ എത്തുകയേ ഉള്ളൂ. മേശയിലേക്ക് നേരിട്ട് നിന്റെ കയ്യിൽ കിട്ടുന്നില്ല. പക്ഷേ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിനക്കൊരു വാതിൽ കടക്കേണ്ടതുണ്ട്. ആ വാതിൽ ഏതാണ്? ATM കൗണ്ടറിന്റെ വാതിലല്ല, ഖബറാകുന്ന വാതിലാണ്. ആ വാതിൽ കടക്കുമ്പോ നിനക്ക് കാണാം 4 പേര് കൂടിയിരുന്ന SSFന്റെ മീറ്റിംഗ്, 50 പേര് പങ്കെടുത്ത കൺവെൻഷൻ, അതിന്റെ എല്ലാം ലാഭമാണ്. അല്ലാഹു തആല 10 ഇരട്ടിയായി 70 ഇരട്ടിയായി പലിശയായി പണം കിട്ടുന്നതിനേക്കാൾ 10,000 മടങ്ങ് പരിശുദ്ധിയോടെ നിന്റെ ഖബറിലേക്ക് വരുന്നത് ആ ദീനീ പ്രവർത്തനമാണ് മോനെ. അതുകൊണ്ട് നാം അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഭൗതികമായ വലിയൊരു ലാഭം അവിടെ പോകുമല്ലോ എന്ന് വിചാരിക്കുമ്പോ ആഖിറത്തിന്റെ വലിയൊരു ലാഭം ഇവിടെ കിട്ടുമല്ലോ എന്ന് വിചാരിക്കണം. അതാണ് രണാങ്കണത്തിന്റെ വക്കത്തേക്ക് ചാടിപ്പോകുമ്പോ കയ്യിലിരിക്കുന്ന കാരക്ക വലിച്ചെറിഞ്ഞിട്ട് പറയുകയാണ്, ഇല്ല ഇല്ല, സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കാരക്കയുടെ തിന്നുന്ന സമയം വൈകാൻ പറ്റൂല, എനിക്ക് പോകണം അല്ലാ. അറിയുമോ സഹോദരാ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആരാണ്? അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആരാണ്? അതാ ഉഹദിന്റെ രണാങ്കണത്തിന്റെ താഴ്വര മദീനയിൽ കിടന്ന് കഥ പറയുന്നുണ്ട്. സാധുവായ ഞാൻ മദീനയുടെ മണ്ണും മനസ്സും മദീനയുടെ വിശേഷങ്ങൾ മദീനയെ കുറിച്ച് മാത്രം പറഞ്ഞ് 25ഓളം മണിക്കൂർ CD-കളുണ്ട്. അതിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, വാങ്ങാവുന്നതാണ്. ഏതായാലും ശരി, പരിശുദ്ധമായ മദീനയിലെ ഉഹദിന്റെ താഴ്വര അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു
സഅദ് ബിൻ അബീ വഖാസിനോട് പറയുകയാണ്, സഅദേ, പടക്കളത്തിന്റെ ചാരത്ത് വെച്ച് പ്രാർത്ഥന നടത്തിയാൽ പരിഹാരം വേഗം ലഭിക്കുമെന്ന് പുണ്യനബിയുടെ തിരുമൊഴിയുണ്ട്. അതുകൊണ്ടൊന്ന് ദുആ ചെയ്യണേ സഅദേ. ഞാൻ ആമീൻ പറയാം. അപ്പോഴാണ് സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്യുകയാണ്, റബ്ബേ, ഈ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ട് പടപൊരുതണം. ശക്തനായ ഒരു ശത്രുവിനെ എനിക്ക് കിട്ടണം. അവനെ പരാജയപ്പെടുത്തിയിട്ട് സ്വത്ത് മുഴുവനും ഇസ്ലാമിനെ പിടിച്ചെടുക്കണം. അതിന് തൗഫീഖ് നൽകണം റബ്ബേ. സഅദിന്റെ ദുആയാണ്, ജഹ്ഷിന്റെ മറുപടിയാണ് ആമീൻ. രണ്ടാമത് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് മുന്നോട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, ഈ പടക്കളത്തിൽ ഇറങ്ങിയിട്ട് പോരാടുമ്പോ ശക്തനായ ഒരു ശത്രുവിനോട് മല്ലടിച്ചിട്ട് എന്റെ അവയവങ്ങൾ ഓരോന്നും മുറിച്ചു മാറ്റപ്പെടണം. എന്നിട്ട് എനിക്കിങ്ങനെ ഷഹീദാകണം റബ്ബേ. സഅദ് റളിയല്ലാഹു അൻഹു ഈറനണിഞ്ഞ കണ്ണുകളോട് ആമീൻ പറയുകയാണ്. ഉഹദ് തീജ്വാലകൾ ഉയർന്ന പടക്കളമാണ്. ഹബീബിന്റെ പല്ല് പൊട്ടിയപ്പോ ഉഹദ് മല തേങ്ങിയിട്ടുണ്ട്. ഹബീബിന് ഒരു സ്ഥലത്ത് നിന്ന് മേലോട്ട് കയറി നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഉഹദ് മലയൊന്ന് ചരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധാരണ പരന്നപ്പോ മദീനയുടെ അടുക്കളകൾ നനഞ്ഞിട്ടുണ്ട്, ഉമ്മമാര് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ തീവ്രമായ വികാരങ്ങളുടെ താഴ്വരയായ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് നടന്നു നോക്കുകയാണ് സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ട്. എന്നോടൊപ്പം ദുആ ചെയ്ത അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് എവിടെ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നോടൊപ്പം ദുആ ചെയ്ത അബ്ദുല്ലാനെ കാണുന്നില്ല നബിയേ. ഞാൻ ദുആ ചെയ്തതിന് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ശക്തവാനായ എതിരാളിയെ തോൽപ്പിച്ചിട്ട് ആയുധങ്ങൾ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ സഹകാരിയായ അബ്ദുള്ള എവിടെ? അനുരാഗത്തിന്റെ അലമാലകൾ ആത്മാവിന്റെ അഷ്ടദിക്കിൽ നിന്ന് ചുടുചുംബനം കൊടുത്ത് വരിഞ്ഞു മുറുക്കിയ സ്നേഹഭാജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ ഉഹദ് മലയുടെ ഉന്നതങ്ങളിൽ പ്രകമ്പനമുയർത്തിയിട്ട് നിൽക്കുമ്പോഴാണ് പ്രവാചക പ്രവീണരുടെ പ്രകർഷ്ടവചനങ്ങളുടെ പ്രസിദ്ധ മൊഴികൾ ഉയർന്നു വരികയാണ്. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പടക്കളത്തിന്റെ ഒരു മൂലയിൽ കിടക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് നോക്കുമ്പോൾ കാത് മുറിച്ചു മാറ്റപ്പെട്ടു പോയി, കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു പോയി, അവയവങ്ങൾ പലതും മുറിച്ചു മാറ്റപ്പെട്ടു പോയി. ചെറുപ്പക്കാരാ, നാളെ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് ഷഹീദായതിന് പുറമേ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ മുറിച്ചു മാറ്റപ്പെട്ട കാതും ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുമായി സ്വർഗം തരണമെന്ന് പറഞ്ഞു വരുമ്പോ സിനിമ കണ്ട കണ്ണുമായി, ടാക്കീസിലേക്ക് നടന്ന കാലുമായി, തോന്നിവാസത്തിന് താളം പിടിച്ച കൈകളുമായി, വൃത്തികേട് നിറഞ്ഞ മൊബൈലിന്റെ ബട്ടൺ അമർത്തിയ വിരലുകളുമായി അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ എനിക്ക് സ്വർഗം കിട്ടുമോ? നമുക്ക് സ്വർഗത്തിന് അർഹതയുണ്ടോ മോനെ?
അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഈമാനുള്ളവരെ ഈമാനിന്റെ വഴിയിൽ നിത്യശ്രദ്ധയോടെ കടന്നു വരണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കണം. ഹബീബിനോട് ഹൃദയം കൊണ്ട് ചുംബനം കൊടുക്കണം. ലോകത്തുള്ളതെല്ലാം നശിക്കുമെന്ന ബോധം വേണം. അനശ്വരമായ ഒരു പരലോകത്തെക്കുറിച്ച് വിചാരം വരണം. ഇത് താൽക്കാലികമായ ലോകമാണെന്ന ബോധം വേണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമോ എന്ന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഞാൻ എൻ്റെ ഒരുപാട് പരിപാടികൾ ഡിസംബറിലും 2012 പല ഡേറ്റിലും എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കുറപ്പില്ല നാളത്തെ ആലപ്പുഴ ജില്ലയിലെ താമല്ലാക്കലുടെ പരിപാടിക്കെത്തുമോ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ എത്താൻ പറ്റൂല. അതുകൊണ്ട് മോനെ, താൽക്കാലികമായി ദുനിയാവിന്റെ പളപളപ്പുകൾക്കിടയിൽ ജീവിതം ഹോമിക്കാതെ നിന്റെ ദുനിയാവിന്റെ നീളം കുറച്ചാ, അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള അധ്വാനം കുറച്ചു മതി. ആഖിറത്തിന്റെ നീളം കൂടുതലാ, അതുകൊണ്ട് അധ്വാനം കൂടുതൽ അവിടേക്കാണ് വേണ്ടത്. മോനെ, 1-ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കും പോലെയല്ല എൻട്രൻസിന്റെ കുട്ടി പരിശീലിക്കേണ്ടത്. നമ്മളെ കടമ്പകൾ കടന്നു വരാനുണ്ട്. അത് മുഴുവനും കടന്നിട്ട് പറുദീസയിലെത്തണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. അതിൻ്റെ മുഴുവനും മുന്നോടിയായി ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. മോനെ, ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ബിസിനസ് ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് ചെല്ലുമ്പോ നീ ആദ്യമായി ഇവിടെ വരുമ്പോ വന്നതുപോലെയല്ല തിരിച്ചു ചെല്ലുക. കുറെ VIP കൾ നിന്റെ കൂടെയുണ്ടാകും. അതാരാണ്? 1 BP ആണ്, 2 ആരാണ്? നീ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. 3 ആരാണ്? ചിലപ്പോ നേരെ പോകുന്നത് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ഒരുപാട് രോഗങ്ങളാകുന്ന കൂട്ടുകാരെയും കൂട്ടി നീ നാട്ടിലേക്ക് തിരിച്ചിറങ്ങുമ്പോ നിനക്കൊരു സമാധാനമുണ്ട്. ഞാൻ ഇത്രയും കാലം മദ്രാസിൽ കിടന്ന് അധ്വാനിച്ചെങ്കിലും കുഴപ്പമില്ല, മാന്യമായൊരു വീടുണ്ട്, മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മോനെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിനക്ക് സമാധാനിക്കാം. പക്ഷേ അതാ പള്ളിക്കാട്ടിന്റെ അടുക്കലൂടെ നടക്കുമ്പോ നിന്റെ ജ്യേഷ്ഠന്മാരവിടെയുണ്ട്, സഹോദരന്മാരവിടെയുണ്ട്. അവരുടെ ഖബറിടങ്ങളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം എന്തൊക്കെയായിരിക്കും എന്നൊന്ന് ആലോചിക്കാൻ സമയമുണ്ടോ? നിനക്ക് കാവൽ നൽകേണ്ട സൽക്കർമ്മങ്ങൾ അത് നീ സമാഹരിച്ചിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് 1-ാമതും 2-ാമതും 3-ാമതും ലോക നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര വഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഒരൊറ്റ വസിയ്യത്ത് കൂടി പറയട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കണം മോനെ. രാത്രി കിടന്നുറങ്ങുമ്പോ ഹബീബ് വരണം എൻ്റെ അരമനയിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക്. എന്റെയും നിന്റെയും സ്വകാര്യ മുറിയുടെ അകത്തളത്തിൽ പ്രകാശം പൊഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരണം. അതിങ്ങനെ മോഹിച്ച് നടന്നാ പോരാ, ആഗ്രഹിച്ചു ദ്വാരക്കാൻ പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ ഹബീബിനോട് നിന്റെ മനസ്സിൽ നിന്ന് മന്ത്രമുയർന്നിട്ട് മദീനയുടെ മണൽപ്പരപ്പിൽ ചെന്ന് ചുംബനം കൊടുക്കണം. അപ്പോഴാണ് ഹബീബ് വരിക. അതിന് വേണ്ടതെന്താണ്? ഓക്കെ ജൂദോ കറം ഹേ ഷഹേ ബത്ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗനെ വാലാ തേരാ. ഔദാര്യത്തിന്റെ ആരാമമായ വിട്ടുവീഴ്ച
പ്രതീക്ഷയുടെ വിഹായുസായ ആനുകൂല്യങ്ങളുടെ ആകാശമായ ഔദാര്യങ്ങളുടെ വിളനിലമായ മഹിതഭാവങ്ങളുടെ സമീക്ഷയായ മഹത് ഗുണങ്ങളുടെ സമ്മേളനമായ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചുകൊണ്ട് സ്വലാത്തു ചൊല്ലണം. എന്റെ അധരങ്ങൾ ചലിക്കണം സ്വലാത്ത് കൊണ്ട്, എന്റെ നയനങ്ങൾ നിറയണം അതിന്റെ ആശയം കൊണ്ട്, എന്റെ ഹൃദയത്തിൽ പൂക്കാലമുയരണം പുണ്യനബിയോടുള്ള പ്രണയം കൊണ്ട്. എന്റെ അധരങ്ങളും എന്റെ ഹൃത്തടവും എന്റെ ചരണവും എന്റെ നിശ്ചലനവും സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കെ ദൂലാ ഹമാരാ നബി. ലോകമാകമാനമുള്ള നേതൃത്വങ്ങളുടെ ഉന്നതങ്ങളിൽ ശ്രേഷ്ഠരായി വാഴ്ത്തപ്പെട്ട പുണ്യനബിയേ സലാം. ആനുകൂല്യങ്ങളുടെ കലവറകളിൽ നിന്ന് ആഗോള ജനതയ്ക്ക് ആവശ്യമുള്ളത് മുഴുവനും തുറന്നു കൊടുത്ത തേജസ്വിയേ സലാം. ആരാണിതിനപ്പുറം ഒരു വ്യക്തി? ഫോട്ടോയില്ല, പ്രതിമയില്ല, പ്രതിഷ്ഠയില്ല, ചിത്രമില്ല, ചിത്രീകരണമില്ല, സ്പോർട്സ് ഗാലറിയില്ല, ആർട്സ് ഗാലറിയില്ല. അതൊന്നുമില്ലാതെ കോടാനകോടി മാനസങ്ങളിൽ നിറചന്ദ്രികയായി നിലനിൽക്കുന്ന വേറൊരു നേതാവിന് യൂറോപ്പിനില്ല, ഏഷ്യക്കില്ല, മധ്യേഷ്യക്കില്ല, പാശ്ചാത്യർക്കില്ല, പൗരത്യർക്കില്ല, അറബികൾക്കില്ല, അനറബികൾക്കില്ല. അവരെയെല്ലാം പരാജയപ്പെടുത്തിയ വിശിഷ്ട തേജസ്വിയുടെ പരിശുദ്ധ നാമമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദുശ്മനെ അഹ്മദ് പേ ശിദ്ദത്ത് കീജിയേ. നീ ഹബീബിന്റെ പ്രണയിയാണെങ്കിൽ, നീ മുത്തുനബിയുടെ അനുരാഗിയാണെങ്കിൽ, നീ സ്നേഹനബിയുടെ ചുംബനം കൊതിക്കുന്നുണ്ടെങ്കിൽ, നീ ഇഷ്ടകാമുകന്റെ വിശുദ്ധ മദീനയിൽ പോയൊന്ന് വീഴാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദുശ്മനെ അഹ്മദ് പേ ശിദ്ദത്ത് കീജിയേ. റസൂലുള്ളാഹിനെ പ്രേമിക്കാത്തവരോട് നിനക്ക് പ്രേമമുണ്ടാകാൻ പറ്റൂലടാ. കാരണം എന്തേ? എനിക്ക് ജന്മം നൽകിയ എൻ്റെ വാപ്പ അബ്ദുൽ ജലീൽ മുസ്ലിയാർ 6 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കട്ടെ. ഞങ്ങൾ മക്കളുടെ മുഴുവൻ ഉസ്താദ് കൂടിയാണ്. അല്ലാഹു ദറജ ഉയർത്തട്ടെ. പക്ഷേ എൻ്റെ ഈ ശരീരത്തിന് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനേക്കാൾ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ ആത്മാവിൻ്റെ പിതാവാരാണ്? മദീനയിൽ കിടക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി നിങ്ങൾ പറയണ്ട ഞാൻ എവിടുന്നോ സങ്കല്പിച്ചു പറയാണെന്ന്. അല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നിങ്ങളുടെ ആത്മാവിനേക്കാൾ നിങ്ങൾക്ക് ബന്ധമുള്ളവരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ ഇമാം ഖുർത്തുബിയുടെ വ്യാഖ്യാനമാണ് നിങ്ങളുടെ ആത്മാവിന്റെ പിതാവാണെന്ന്. ശരീരത്തിന്റെ പിതാവിനേക്കാൾ വലിയ ബന്ധമാണ് ആത്മാവിന്റെ പിതാവിനോടുള്ളത്. യാ റസൂലല്ലാഹ്, ചെറുപ്പക്കാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ആത്മാവിന്റെ ഉപ്പ, ആത്മാവിന്റെ പിതാവ്, ആത്മാവിന്റെ രക്ഷിതാവ്. അതുകൊണ്ട് നീയൊന്ന് കണ്ണടച്ചിരുന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ ആ ഉപ്പാനെ ഒന്ന് കാണണ്ടയോ മോനെ? ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പോലെയുള്ള സാദാത്യങ്ങൾക്ക് അവരുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഉപ്പയാണ് മുത്തുനബി. നമുക്ക് ആ നിയോഗമുണ്ടായില്ലെങ്കിലും നമ്മുടെ ആത്മാവിന്റെ പിതാവാകണം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് ആലുൻ നബി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് പെടുക എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞു. മുഴുവൻ സത്യവിശ്വാസികളും അതിൽപ്പെട്ടവരാണെന്ന വ്യാഖ്യാനത്തിന്റെ താല്പര്യം അതാണ്.
വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ മുഴുവൻ സ്നേഹാനുരാഗങ്ങളുടെ വരിഷ്ഠ വീണകളെയും ഒരുപോലെ തന്ത്രികൾ ക്രമീകരിച്ചു തന്ന ലോക നേതാവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ച് മോനെ, നീ വിചാരിച്ചു പാൻസും സൂട്ടും മോഡേൺ ഡ്രസ്സും അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഇന്റർനെറ്റ് ജന്തു ആയാലേ നന്നാവുള്ളൂന്ന്. ഇല്ല മോനെ, മദീന കെ ദീവാനെ ബൻ ജാവോ. എനിക്കാകേണ്ടത് മദീനയിലെ ഒരു ഭ്രാന്തനാണ്. മദീനയിലെ ഭ്രാന്തൻ ഐൻസ്റ്റൈനേക്കാൾ ഭാഗ്യമുള്ളവനാണ്. ഐൻസ്റ്റൈൻ സ്വർഗത്തിൽ വരൂല, അത് തൗഹീദിന്റെ ആളായിരുന്നില്ല. ന്യൂട്ടൻ സ്വർഗത്തിൽ വരില്ല, ബാബുവേജ് സ്വർഗത്തിൽ വരില്ല. പക്ഷേ മദീനയിലെ രാജാവിനെ പ്രേമിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചു പോയ ആ മദീനയിലെ നേതാവിന്റെ ദീവാനയായി മാറിയാൽ അൽമർഉ മഅമൻ അഹബ്ബാ, സ്നേഹിക്കുന്നതാരെയോ കൂടെയാണ് സ്വർഗമെന്ന് പറഞ്ഞ, സ്വർഗത്തിലെന്ന് പറഞ്ഞ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പ്രേമിക്കുമോനെ. നീ വിചാരിച്ചു പോയി യൂറോപ്യന്റെ കുപ്പായവും 4 ഇംഗ്ലീഷും 5 ടെക്നോളജിയൊക്കെ ഉണ്ടായാൽ പിന്നെ ഞാൻ തന്നെ രാജാവെന്ന്. ഇല്ലടാ, നശിച്ചു പോകുന്ന ദുനിയാവിന്റെ ഭാരമാണ് നീ. ഇതിന്റെ അർത്ഥം ഭൗതിക വിദ്യാഭ്യാസം വേണ്ടാന്നല്ല. ഇസ്ലാമിന് അനുകൂലമായ ഭൗതിക വിദ്യാഭ്യാസം വേണം. നമുക്ക് പള്ളി ഉണ്ടാക്കണമെങ്കിൽ എഞ്ചിനീയേഴ്സ് വേണം. രോഗം ചികിത്സിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം. സംഭാവന ചെയ്യണമെങ്കിൽ സമ്പന്നരുണ്ടാകണം. നേതൃത്വം നൽകണമെങ്കിൽ ലീഡേഴ്സ് വേണം. സൈൻ ചെയ്തു തരണമെങ്കിൽ ഓഫീസേഴ്സ് വേണം. പക്ഷേ അടിസ്ഥാനപരമായ ദീൻ പണയം വെച്ചുകൂടാ. ഏത് വലിയ ഔദ്യോഗികതയുടെ അമരത്തിരുന്നാലും അംഗീകാരത്തിന്റെ ആകാശം കീഴടക്കിയാലും അല്ലാഹുവിനെയും റസൂലിനെയും മറന്നുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. ആ സ്നേഹിച്ചവരുടേത് മുഴുവനും ഹബീബിന്റെ മുമ്പിലെ കാണിക്കകളാണ്. കണ്ടില്ലേ ഇമാമീങ്ങളെ, എണ്ണിപ്പറയാൻ ഞാൻ എൻ്റെ വിഷയങ്ങളുടെ വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. അബൂ മുഹമ്മദ് ഹബീബ് അൽ അജമി റളിയല്ലാഹു അൻഹു ആരാണ്? ബഹുമാനപ്പെട്ട ആത്മീയ ഗുരുക്കന്മാരുടെ സദസ്സിൽ പോയി ഉപദേശം കേട്ട മഹാനാണ്. ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ പോയി വഅള് കേട്ട മഹാനാണ്. മഹാനവറുകൾ ബഹുമാനപ്പെട്ട ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ പോയി. എന്നിട്ട് അവിടെ ഇരുന്ന് ആത്മീയ ഉപദേശം കേൾക്കുകയാണ് അബൂ മുഹമ്മദ് ഹബീബ് അൽ അജമി റളിയല്ലാഹു അൻഹു. ആ വഅളങ്ങ് കേട്ടപ്പോൾ രാവിലെ പോയി, അല്ലാഹുവേ, ഞാൻ എൻ്റെ ശരീരം നിന്റെ അടുക്കൽ നിന്ന് വാങ്ങാൻ, അഥവാ നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 1000 ദീനാർ സംഭാവന ചെയ്യുന്നു റബ്ബേ. അപ്പോഴാണ് രണ്ടാമത് പറയുന്നു, ഇങ്ങനെ സംഭാവന ചെയ്യാൻ മനസ്സു തന്ന അല്ലാഹ്, അതിനു നന്ദി എന്ന നിലക്ക് അടുത്ത 1000 ദീനാർ ഞാൻ സംഭാവന ചെയ്യുന്നു. മൂന്നാമതൊരു1000 ദീനാർ കയ്യിലെടുക്കുന്നു. അല്ലാഹുവേ, ഒന്നാമത്തതും രണ്ടാമത്തതും നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടി അടുത്ത 1000 ദീനാർ ഞാനിതാ സംഭാവന ചെയ്യുന്നു. ഈ മൂന്നും ചെയ്യാൻ എനിക്ക് അവസരം തന്ന റബ്ബേ,
ധനമുണ്ടായിട്ട് കാര്യമില്ല, മനസ്സു വേണ്ടേ നൽകാൻ. അതിനവസരം നൽകിയ നാഥാ, അടുത്ത 1000 കൂടി ശുക്റൻ ലക യാ റബ്ബൽ ആലമീൻ, നിനക്ക് നന്ദിയായി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് ശരീരം മുഴുവനും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക്, സമ്പത്ത് മുഴുവനും റബ്ബിന്റെ സന്നിധിയിലേക്ക് പണയം വെച്ച മഹാനാണ് അബൂ മുഹമ്മദ് ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു. സഹോദരാ, അപ്പോൾ നാം എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ ജോലി തിരക്കുണ്ടെങ്കിലും, നാം ഭൗതികമായി പറയുന്നതെല്ലാം അവസാനിക്കും. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണം, അതിനേക്കാൾ വലിയ ആത്മീയ ബോധം വേണം. നമ്മുടെ മക്കൾ നല്ല ഭൗതിക ലോകത്ത് സംവദിക്കാൻ പറ്റണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാകണം, സയൻസ് എഡ്യൂക്കേഷൻ ഉണ്ടാകണം. അതിനെല്ലാം അപ്പുറം ലോകത്തിന്റെ നേതാവിൻ്റെ ആശിഖായി മാറണം. ഒന്ന് ചോദിക്കട്ടെ കൂട്ടുകാരാ, നിങ്ങളെ നാട്ടിൽ നിന്ന് ഫാമിലിയോടെ ഇവിടെ താമസിക്കുന്നവർ കുറവല്ലേ? ഫാമിലി ഇല്ലാതെ ആണെങ്കിലും കൂടെയാണെങ്കിലും രാത്രി കിടന്നുറങ്ങുമ്പോ പലപ്പോഴും വാപ്പാന സ്വപ്നം കണ്ടില്ലേ? ഉമ്മാന സ്വപ്നം കണ്ടില്ലേ? ഭാര്യയെ സ്വപ്നം കണ്ടില്ലേ? മക്കളെ സ്വപ്നം കണ്ടില്ലേ? എന്നാൽ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും ഒക്കെ സ്നേഹിക്കേണ്ട റഹ്മത്തുല്ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ മോനെ? ആ റസൂലുള്ളാഹിനെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടോ മോനെ? ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും കാണണ്ടയോ? ശാഫിഈ ഇമാം കണ്ടില്ലയോ? അബൂ ഹനീഫ ഇമാം തങ്ങൾ കണ്ടില്ലയോ? 4 ഇമാമിങ്ങളും റസൂലുള്ളാഹിനെ കണ്ടത് കിതാബിലുണ്ട്. 100 ചില്ലാനം ഇമാമിങ്ങൾ കണ്ടത് സാധുവായ ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ 280ഓളം മണിക്കൂർ സീഡികളുണ്ട്. അതിൽ കണ്ട ഇമാമിങ്ങളുണ്ട്. അതുകൊണ്ട് മോനെ, അള്ളാന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന സഹോദരാ, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. ആ റസൂലുള്ളാഹിനെ കണ്ടിട്ട് കണ്ണടച്ചൊന്ന് മരിക്കണം. അതിനു വേണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? നമുക്കിന്ന് നല്ല വീടില്ലേ കിടക്കാൻ, വാഹനമില്ലേ സഞ്ചരിക്കാൻ, ക്യാഷില്ലേ വ്യയം ചെയ്യാൻ, ഈ തപ്പനയുടെ മട്ടല് കെട്ടിയുണ്ടാക്കിയ കട്ടിലിൽ കിടന്നിട്ട് റോസാ പുഷ്പം പോലെയുള്ള റസൂലുള്ളാഹിന്റെ പൂമേനിയിൽ അടയാളം വീണത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ട് കരഞ്ഞില്ലേ? മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം രാവിലെ ഇറങ്ങി. ഞാൻ ഈ പറയുന്ന സംഭവം ഇമാം ഖല്ലൂബി അവിടുത്തെ നവാദിറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് നേരെ പോയത് എവിടേക്കാണ്? അരിമമകളായ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ മക്കള് കരയുകയാണ്. ഹസനൈനി കരയുന്നു.
ചോദിച്ചു, എന്തേ മോളെ ഫാത്തിമ ഇവര് കരയുന്നത്? ഉപ്പാ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് മക്കൾക്കിതാ വിശന്നൊട്ടിയ വയറുകൊണ്ട് കരയുകയാണ്. അപ്പോഴാണ് കാരുണ്യത്തിന്റെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി. മദീനയുടെ ഒരു പ്രാന്തപ്രദേശത്തേക്ക് പോയി ഒരു ജൂതന്റെ തോട്ടത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈത്തപ്പന നനയ്ക്കാൻ വേലക്കാരെ വേണോന്ന് ചോദിച്ചപ്പോ ആ തോട്ടത്തിലെ സീനിയർ തൊഴിലാളിയായ അറാബി പറഞ്ഞു, ഒരാളെ വേണം. ഡിമാൻഡ് ചെയ്തു, ഒരു ഈത്തപ്പന നനച്ചാൽ 3 കാരക്ക തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബക്കറ്റും കയറും എടുത്തിട്ട് തോട്ടത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോവുകയാണ്. അവിടുത്തെ പട്ടുപോലെയുള്ള കൈകൊണ്ട് കട്ടിയുള്ള കയറു പിടിച്ച് അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് 3 ബക്കറ്റ് വെള്ളം കോരി. 1 ബക്കറ്റ് വെള്ളത്തിന് 3 കാരക്ക കൂലിയാണ്. 9 കാരക്ക വാങ്ങി അവിടെ വെച്ചു. 4ാമത്തെ ബക്കറ്റ് വെള്ളം കോരാൻ കിണറ്റിലേക്ക് ഇറക്കുമ്പോഴേക്ക് ഹബീബിന്റെ കയ്യിൽ നിന്ന് ബക്കറ്റങ്ങ് വിട്ട് കിണറ്റിലേക്ക് വീണുപോയി. അവിടെയുള്ള അറാബിക്കറിയില്ല ഇതാരാണ്, കാട്ടറബിക്കറിയില്ല ഇതാരാണ്. അയാള് നേരെ വന്ന് റസൂലുള്ളാന്റെ മുഖത്തൊരൊറ്റ അടിയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തൊരൊറ്റ അടി. ഹബീബ് പ്രതികരിച്ചില്ല. കഷ്ടപ്പെട്ട് വെള്ളം കോരുന്ന ബക്കറ്റെടുത്ത് കരയിൽ വെച്ച് 3 ബക്കറ്റ് കോരിയതിന്റെ കൂലിയായ കാരക്കയും വാങ്ങി മദീനത്തെ തെരുവിലൂടെ നടന്നിട്ട് വീട്ടിൽ വന്നു. ഹസനൈനിയെ വിളിച്ച് മടിയിൽ ഇരുത്തിയിട്ട് കാരക്ക കീറിയിട്ട് വായിൽ വെച്ചു കൊടുക്കുകയാണ്. അറാബി ആലോചിച്ചു, അല്ല, ഞാൻ അടിച്ച ആ മുഖം സാധാരണ മുഖമല്ലല്ലോ, എന്തൊക്കെയോ പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ്. ഒരു പക്ഷേ അത് മദീനത്ത് വന്ന നബിയാണോ പ്രവാചകനാണോ? ഒരു പ്രവാചകന്റെ മുഖത്താണ് ഞാൻ അടിച്ചതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂല. ഉടനെ അഖദൽ മുദിയത വഖതഅ യദഹു, കത്തിയെടുത്തിട്ട് കൈപ്പത്തി അങ്ങ് മുറിച്ചു മാറ്റി. രക്തം വാർന്ന് ബോധം കെട്ട് വീണുപോയി. വഴിയെ പോകുന്ന യാത്രാ സംഘം വെള്ളം തെളിച്ച് ബോധം തെളിച്ച് ചോദിച്ചു, എന്തിനാണടോ കൈമുറിച്ച് ഇവിടെ കിടക്കുന്നത്? വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ നബിയെ തേടി നീ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഒന്ന് പോയി നോക്ക്. മുറിച്ച കൈയും മറ്റേ കൈയിലെടുത്തിട്ട് ഓടുന്നു. മസ്ജിദുൻ നബവിയുടെ അടുക്കൽ ചെല്ലുമ്പോ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതാ പള്ളിയുടെ അടുക്ക വന്നപ്പോ 4 ഖലീഫമാരായ ആളുകളുണ്ട്. അവർക്കൊന്നും വിഷയം മനസ്സിലായില്ല. അവരോട് ചോദിച്ചു, മുഹമ്മദ് നബി എവിടെ? അവര് പറഞ്ഞു, മോള് ഫാത്തിമാന്റെ വീട്ടിൽ കാണും. സൽമാനുൽ ഫാരിസി തങ്ങള് കൂട്ടിക്കൊണ്ടുപോയി. വീടിന്റെ വാതിൽക്കലെത്തിയപ്പോൾ ഹബീബ് ഫാത്തിമ മോളോട് പറഞ്ഞു, മോളെ അതാരാണെന്നൊന്ന് നോക്കുമോളെ. നബി തങ്ങളോട് പറഞ്ഞു, ഉപ്പാ, ഒരാൾ ഒരു കൈ മുറിച്ച് മറുകൈയിൽ പിടിച്ചു വന്നതാണ്. കയറി വരാൻ പറയൂ. വന്നപ്പോൾ തോട്ടത്തിലെ അറാബിയാണ്.
അയാള് പറഞ്ഞു, നിങ്ങളൊരു നബിയാണെങ്കിൽ എൻ്റെ ഈ കൈ ഇവിടെ ഒട്ടിച്ചു തരണം. കള്ള നബിയാണെങ്കിൽ എനിക്ക് അടിച്ചതിൽ പരാതിയില്ല. കമ്മബറാഅത്ത് വസീബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരീബൻ മിൻ ദിബ്ഖത്തിൽ ലമമീ. തുപ്പുനീര് പുരട്ടിയപ്പോ സൽമാനുൽ ഫാരിസി തങ്ങൾ പുരട്ടി കൊടുത്തപ്പോ കൈ പൂർവസ്ഥാനത്തേക്ക് റെഡിയായിരുന്നു. അയാൾ ഇസ്ലാമിലേക്ക് വന്നു. ചെറുപ്പക്കാരെ, ഈമാനുള്ള സഹോദരങ്ങളെ, ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിൽ തന്ന ദീനിനെ നമ്മൾ നശിപ്പിക്കാൻ പാടുണ്ടോ? സിനിമ കാണാറുണ്ടോ? മോനെ, റസൂലുള്ളാനെ കാണണ്ടേടാ. എന്നാൽ ഇന്നു തൊട്ട് നിർത്തിക്കോ. റസൂലുള്ളാന്റെ മുഖം കണ്ടവന് അതിലേറെ വലിയ ഒരു ദൃശ്യവും കാണാനില്ല. അതുകൊണ്ട് സിനിമ കാണാതെ നീയൊന്ന് സ്വലാത്തു ചൊല്ല്. രാത്രിയാകുമ്പോ റസൂലുള്ള വരും. സാധുവായ എന്നോട് കുറെ നല്ല മനുഷ്യന്മാര് അവർ റസൂലുള്ളാനെ കണ്ട രംഗം പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് തെളിവെനിക്ക് പറഞ്ഞുകൂടാ. പ്രമാണമല്ലെങ്കിലും എനിക്ക് മനസ്സമാധാനമാണ്. എത്രയോ നല്ല ചെറുപ്പക്കാര് സ്വലാത്തു ചൊല്ലിയിട്ട് റസൂലുള്ളാനെ കണ്ടിട്ടുണ്ട്. മോനെ, നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും എല്ലാം സ്വലാത്തു ചൊല്ലിക്കോ. റസൂലുള്ള വരും, മോനെ കാണാൻ അവസരം തരും. അല്ലാഹുവേ, ഞങ്ങൾക്ക് റസൂലുള്ളാനെ കാണിച്ചു തരണം റഹ്മാനേ. അന്യ പെണ്ണിനെ പ്രേമിച്ചവരെന്റെ സദസ്സിലുണ്ടോ? ഖൽബിൽ നിന്നൊന്ന് പറിച്ചെറിയുമോനെ. അവിടെ റസൂലുള്ളാനെ ഇരുത്തടുവോ? എന്നാൽ മദീനത്തെ രാജാവ് ഖൽബിൽ ഇരിക്കട്ടെ. എന്ത് രസമുള്ള ജീവിതമാണ്. പകല് മുഴുവനും റസൂലുള്ളാന്റെ ദീനിനുള്ള സേവനം, രാത്രി കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാന്റെ നോട്ടം. എന്ത് രസമുള്ള ജീവിതമാണ്. റബ്ബേ, ഞങ്ങൾക്ക് ആ ജീവിതം നീ നൽകണം റഹ്മാനേ. റസൂലുള്ളാന്റെ മദീനത്തേക്ക് ഞങ്ങളെ എത്തിച്ചു തരണം റഹ്മാനേ.